തുടങ്ങുകയായിരുന്നു. സജീവ പറഞ്ഞ നിങ്ങളുടെ ശ്രുതിയിൽ നിന്ന് പേര് വരുന്നുണ്ട്. വളരെ സ്വാഗതം. പക്ഷേ ഇതൊരു തുടർച്ചയായ ഒരു പഠനമായത്. നമ്മൾ ചിലപ്പോഴേ ബുദ്ധിമുട്ട് വന്നേക്കുമായിരിക്കും. നമ്മളിടയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പൗലോസ് ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്, മാസ്റ്ററി ആൻഡ് മിസ്റ്ററി. അതിൻ്റെ പകുതി നമ്മളെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിന് ചെറിയ പേപ്പറൊക്കെ ഉണ്ട്. ആ പേപ്പർ വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ എത്തിയിട്ടുണ്ടത്. എന്നോട് ആവശ്യപ്പെടാമെങ്കിൽ അത് അയച്ചത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എഴുതുന്നത്. ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി അത് എഴുതി എന്ന് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയതുകൊണ്ട് അത് ചെറിയ ഡിസ്കഷൻ സ്റ്റാർട്ടറൊന്നും മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒരു പേപ്പറായിട്ടൊന്നുമല്ല എഴുതിയിരുന്നു. അത് ഞാനൊന്ന് വായിക്കാം. കുറച്ച് കോപ്പികളുണ്ട്, അത് ഷെയർ ചെയ്യാമെങ്കിൽ 10 കോപ്പികളുണ്ട്. വായിച്ചിട്ട് അതിനുശേഷം ഒരു ഡിസ്കഷൻ ആരംഭിക്കാം. ഈ ചെറിയ പേപ്പറിൽ ഞാൻ തിരുവേലി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളൊന്നും നൽകിയിട്ടില്ല. വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നിട്ട് ഇങ്ങനെ ഈ ഹ്യൂമൻ പ്രസൻസ് എന്ന പുസ്തകമാണ്. ഷെയർ ചെയ്യാൻ കിട്ടുമോ? അതെ, നിങ്ങൾ എനിക്ക് ചെമ്മരയുടെ പരിചയമുണ്ട്. മറ്റേ എല്ലാവരെയും എനിക്ക് വലിയ പരിചയമുണ്ടോ പറയാമെങ്കിൽ പിന്നെ അത് കച്ചേരിയൊക്കെ പാടുന്നതാണ്. പാലയില റോമൻ കത്തി ഈ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും. നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ക്ലാസ്സാണ്, ഒരു ഡിസ്കഷനാണ്. ഇതിനകത്ത് ഈ ടെക്നോളജി ആൻഡ് സാക്രമെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് ഇതിൻ്റെ പുസ്തകത്തിൽ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നും തമ്മിൽ ചേരാത്ത രണ്ട് സംഗതികളാണല്ലോ ടെക്നോളജിയും സാക്രമെന്റും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ ടെക്നോളജിയെ കുറിച്ച് ആ രീതിയിൽ പറയുകയല്ല, നേരെ മറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടു ദ വേൾഡ്, ആറ്റിറ്റ്യൂഡ് ടു റിയാലിറ്റി എന്നത് ഇവരെ എപ്പോഴും പറഞ്ഞത്. റിയാലിറ്റി എന്നുള്ള വാക്ക് പൗലോസിനെ ഉപയോഗിക്കുന്നത് വളരെ കോംപ്രിഹെൻസീവായിട്ടാണ്. റിയാലിറ്റി ഓഫ് ഗോഡ്, വേൾഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഉള്ളതൊക്കെ എന്തോ അതെല്ലാത്തിനും കൂടി ചേർത്താണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ടെക്നോളജി ആൻഡ് സാക്രമെന്റ് എന്ന് പറയുന്നത് രണ്ട് തരം ആറ്റിറ്റ്യൂഡ്സിൻ്റെ പ്രസന്റേഷനാണ്. രണ്ട് ആറ്റിറ്റ്യൂഡ്സ് ഇതാണ്. ഒന്ന്, ദി ഒബ്ജക്റ്റിഫൈങ് അനലൈസിങ് ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്തേത് ദി റെവറന്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇതിൽ ആദ്യം പറഞ്ഞത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും പരിചയമുണ്ടാകും. കാരണം നമ്മളൊക്കെ ഒരു തലം വരെ സയൻസ് പഠിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ സയൻസ് പഠിക്കും, കോളേജിൽ സയൻസ് പഠിച്ചില്ലെങ്കിലും 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സയൻസിനോട് തന്നെ ഈ സയൻസിൻ്റെ രീതി എന്താണ്, രീതിശാസ്ത്രം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചില അടിസ്ഥാനപരമായ ധാരണകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരുവിധം നമ്മുടെ സാധാരണ വിദ്യാഭ്യാസം ലഭിച്ചിരിക്കുന്നവർക്കെല്ലാം ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് അതിൻ്റെ വിശദാംശങ്ങളിലൊന്നുമല്ല, ബേസിക് ലൈൻ ഓഫ് തിങ്കിങ് എന്താണെന്ന് മനസ്സിലാകും. ഒന്ന്, ഈ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഹ്യൂമൻ സബ്ജക്റ്റ്. ഈ ഒരു ഫിലോസഫിയിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്റെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതല്ല ഇവിടെ കേട്ടോ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കർത്താവ്, സബ്ജക്റ്റും ഓബ്ജക്റ്റും. കർത്താവ് ഒരു ക്രിയ ചെയ്യുന്നയാളാണ് സബ്ജക്റ്റ്. ക്രിയ എന്തിന്മേൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതാണ് ഓബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഗ്രാമറിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റിനുള്ളത്
ഗ്രാമത്തിലും ഫിലോസഫിയിലും ഒക്കെ ഇതാണ്. ആരാണോ പ്രവർത്തിക്കുന്നത് അതും എന്തിന്മേലാണോ പ്രവർത്തിക്കുന്നത് അതും തമ്മിലുള്ളതാണ് സബ്ജക്റ്റും ഒബ്ജക്റ്റും. ഞാനിപ്പം ഞങ്ങളുടെ പരിചയത്തിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ സാധാരണ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിഷയമാണ്. അതൊരു വലിയൊരു കൺഫ്യൂഷനാണ് ഫിലോസഫി പഠിച്ചു തുടങ്ങുമ്പോഴേ. അപ്പോൾ ഇവിടെ ഹ്യൂമൻ സബ്ജക്ട് ഹു അനലൈസസ് ആൻ ഒബ്ജക്റ്റ് കീപ്സ് എ ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് തന്നെ ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്നാൽ എനിക്ക് മനസ്സിലാകുകയില്ല. ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് ഇങ്ങനെ കൊണ്ടുവന്നാൽ എനിക്ക് കാര്യം അടുത്താണ്, കണ്ണിനോട് അടുത്താണ്, പക്ഷേ എനിക്ക് വായിക്കാൻ സാധിക്കില്ല. ഐ നീഡ് എ സർട്ടൻ ഡിസ്റ്റൻസ് ടു റീഡ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദിസ് പേപ്പർ. അപ്പം ഈ സബ്ജക്റ്റിനും ഓബ്ജക്റ്റിനും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ഡിസ്റ്റൻസിൻ്റെ ഫലമായിട്ട് ചിലപ്പം ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിൽ ഒരു തരത്തിലൊരു ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കെമിക്കൽ, ഞാനൊരു സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പെടുത്ത് ഞാൻ പരിശോധിക്കാനായിട്ട് നോക്കുകയാണ്. ആ ഉപ്പിനോട് എനിക്ക് പ്രത്യേകമായ ഒരു സ്നേഹമോ ബന്ധമോ ഒന്നുമില്ല. എനിക്ക് കൂട്ടുന്ന ആളാണെങ്കിലും കൂട്ടാത്ത ആളാണെങ്കിലും ലാബറട്ടറിയിൽ കിട്ടുന്ന ഉപ്പിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. ഒബ്ജക്റ്റീവാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വെളുത്ത ക്രിസ്റ്റൽസ് ആണ്, ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത. അപ്പം ഞാനും ഈ വസ്തുവും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്റ്റൻസാണ്. ഈ ഒബ്ജക്റ്റിവിറ്റി ആണ് സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം. നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമ്മുടെ വികാരങ്ങൾ കലരാൻ ഇടയാകരുത്. ഉപ്പിനെ പരിശോധിക്കുന്നവർ തന്നെയായിരിക്കും ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഒരു പക്ഷേ മനുഷ്യനെ പരിശോധിക്കുന്നത്, അല്ലേ? അയാളുടെ രോഗലക്ഷണങ്ങൾ കാണാതെ സ്ത്രീയാണോ പുരുഷനാണോ ശിശുവാണോ പ്രായമുള്ള ആളാണോ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുക അല്ലാതെ അയാൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളാണോ ബന്ധമില്ലാത്ത ആളാണോ എന്നുള്ള ഡോക്ടറെ സംബന്ധിച്ച് പ്രശ്നമില്ല, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇമോഷൻസും പേഴ്സണൽ ബയസും ഏതിനോടെങ്കിലും നമുക്ക് പ്രത്യേക പക്ഷപാതിത്വമുണ്ടെങ്കിൽ അത് നമുക്ക് പാടില്ല. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് സയൻസിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? ഇങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് ഗവേഷണം നടത്തുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. നമുക്ക് അതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ട്, അതിൻ്റെ കൺക്ലൂഷൻ ഉണ്ട്. അതാണ് സത്യം. ആ സത്യത്തെ ഒബ്ജക്റ്റീവായിട്ട് ആർക്കും അനലൈസ് ചെയ്യാം, ആർക്കും വെരിഫൈ ചെയ്യാം. ഞാനിവിടെ കണ്ടെത്തുന്ന ഒരു സയൻറ്റിഫിക് ട്രൂത്ത് ചൈനയിലോ അമേരിക്കയിലോ അതേ കണ്ടീഷൻസിൽ, അതേ ലാബ് കണ്ടീഷൻസ് നമ്മൾ പറയുമല്ലോ, അതേ കണ്ടീഷൻസിൽ വേറൊരാൾക്കും കണ്ടെത്താൻ സാധിക്കും. അപ്പം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാവുന്ന സത്യമാണ് സയൻറ്റിഫിക് ട്രൂത്ത്. അപ്പോൾ ഇത് നിങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കണം. റിലീജിയസ് ട്രൂത്തുമായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലേ? ഞാനിതിലെ ചെന്നപ്പോൾ എന്നോട് അയാളുടെ ദർശനത്തെ കുറിച്ച് പറയുകയാണ്, അല്ലേ? അവിടെ ഇങ്ങനെ മാതാവിനെ കണ്ട കാര്യവും ഒക്കെ അയാൾ പറയുകയാണ്. പക്ഷെ അത് വേറൊരാൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, ഒബ്ജക്റ്റീവ് ട്രൂത്ത് അല്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റിവിറ്റിയാണ് സയൻസിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ആദ്യം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിഡിക്റ്റബിലിറ്റിയാണ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം. നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലം ഇന്നതായിരിക്കും എന്ന് പ്രവചിക്കാനായിട്ട് സാധിക്കണം. ഞാനിപ്പം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു റോക്കറ്റ് അയച്ചാൽ, ഒരു സ്പേസ് ഷട്ടിൽ അയച്ചാൽ അത് ചന്ദ്രനിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥാനത്ത് പതിക്കും എന്ന് മുൻകൂട്ടി നമ്മൾ കണക്ക് കൂട്ടിയാണ് ഇത് അയക്കുന്നത്. അതുപോലെ തന്നെ അത് സംഭവിച്ചാൽ അത് 100% വിജയമാണ്. അതിൻ്റെ അകത്ത് പകുതി പോയിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ രാജ്യമായിരിക്കും. അപ്പോൾ ഇത് സയൻസിലെ ട്രൂത്ത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കുന്നതാണ് അതിൻ്റെ വിജയം. അപ്പോൾ ഇത് ആസ്ട്രോളജിയിലുണ്ട്, മുൻകൂട്ടി ഭാവി കാര്യങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷെ അത് നമുക്കറിയാം, ദിവസം പത്രത്തിൽ വാരഫലങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും നമ്മളാരും അന്തിമമായിട്ട് വിശ്വസിക്കുന്നില്ല. അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. ഇത് രണ്ടും, ഈ പ്രിഡിക്റ്റബിലിറ്റിയും അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിവിറ്റിയും സയൻറ്റിഫിക് മെത്തേഡിൻ്റെ
ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. അപ്പം അതിനാണ് തിരുമലയുടെ ഒബ്ജക്റ്റീഫൈങ് അനലൈസിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ തെറ്റായ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സയൻസിൽ മാത്രമല്ല നമ്മുടെ എല്ലാ അറിവിൻ്റെ മേഖലകളിലും നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കും. ഒരു നല്ല സയൻറ്റിസ്റ്റ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, ഈ സയൻറ്റിഫിക് മെത്തേഡ് പരിചയിച്ചിട്ടുള്ള ഒരാൾ എന്ത് കണ്ടാലും അതിൻ്റെ യുക്തിയാണ് അന്വേഷിക്കുന്നത്, അല്ലേ? ഒരാളൊരു കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ അതങ്ങനെ അയാൾ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവെ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് ഉള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം, നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ച ആളുകൾ പൊതുവെ. അപ്പോൾ അവരെ യുക്തിപൂർവ്വം ഇതിൻ്റെ കാര്യകാരണ സഹിതം ആയിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ പ്രശ്നം ഉപരിയായ കാര്യങ്ങൾ, ഒരു വലിയ സയൻറ്റിസ്റ്റ് സയൻസിൻ്റെ ഈ ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ സത്യമാണ് എന്ന് വിശ്വസിക്കുകയില്ലായിരിക്കാം. മതത്തിൻ്റെ പ്രശ്നം ഇതാണ്. ദൈവത്തെക്കുറിച്ചും ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയില്ല. അതേസമയം തന്നെ യഥാർത്ഥ അനുഭവമായിട്ട് പലർക്കും ഉണ്ടാവുകയും ചെയ്യും. അതെങ്ങനെയാണ് ചേർത്തുന്നുള്ളതാണ്. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡായിട്ട് പറയുന്നത് ഈ റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ആദരപൂർവം നമ്മൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്, റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ്. എൻ്റെ പേപ്പറിലെ രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് വരെ പറയുന്നുണ്ട്. തിരുമേനി സ്വന്തമായിട്ട് ഒരു പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ് റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ. അതിനെക്കുറിച്ച് വേറെ ചിന്തകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പലതും. ഇവിടെ തിരുമേനി അതിൻ്റെ ഒരു ഡെഫിനേഷൻ വരെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു മാർ ഗ്രിഗോറിയോസ്, ഈ പേജിൻ്റെ രണ്ടാമത്തെ പേജിൻ്റെ സെക്കൻഡ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബീയിങ് ഓപ്പൺ ടു ഫണ്ടമെന്റൽ റിയാലിറ്റി as it manifests itself to us through visible, audible, sensible realities in the creation. അവിടെ രണ്ടു തരം റിയാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സകലത്തെയും പ്രതിനിധാനം ചെയ്യുന്ന റിയാലിറ്റി. ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ ആർ ക്യാപിറ്റലായിരിക്കും എഴുതുന്നത്. യഥാർത്ഥത്തിലുള്ളത് എന്താണോ അതാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലെ അതിനെ സത്ത എന്നാണ് പറയുന്നത്. ദാറ്റ് വിച്ച് ഈസ്, എന്താണോ ഉള്ളത് അതാണ് സത്ത, അല്ലെങ്കിൽ ഉണ്മ എന്നൊക്കെ നമ്മൾ അതിന് പറയും. സത്യം എന്നുള്ള വാക്ക് അതിൽ നിന്ന് വരുന്നതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യം എന്നുള്ള വാക്ക് സത്തയിൽ നിന്ന് വരുന്നതാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത് അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ വേറൊരു നൗൺ ഫോമാണ്, ആബ്സ്ട്രാക്ട് നൗൺ ഫോമാണ് സത്ത എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതിന് റിയാലിറ്റി എന്നുള്ളത് വലിയ അക്ഷരത്തിലും, പിന്നെ റിയാലിറ്റീസ് ഉണ്ട്. നമ്മൾ അനുഭവിക്കുന്ന, ഞാൻ കുടിക്കുന്ന ചായ എൻ്റെ ഒരു റിയാലിറ്റിയാണ്. അത് മധുരമുള്ളതാണ്, അതെനിക്ക് ആവശ്യമുള്ളതാണ്, നല്ലതാണ്, രുചികരമാണ് എന്നൊക്കെ ഞാൻ അനുഭവിച്ച് അറിയുന്ന ഒന്നാണ് ത്രൂ മൈ സെൻസസ്. അപ്പം നമ്മുടെ വിഷ്വൽ സെൻസ്, നമ്മുടെ ഓഡിബിൾ സെൻസ്, ടേസ്റ്റ്, എല്ലാ സെൻസസിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിലുള്ള മഹായാഥാർത്ഥ്യം, അതായത് സർവത്തെയും ഉൾക്കൊള്ളുന്ന മഹായാഥാർത്ഥ്യത്തെ നമ്മുടെ കൊച്ചു കൊച്ചു അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നതിനെയാണ് ആവിഷ്കരിക്കുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മതി, മറ്റത് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത്. സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ആറ്റിറ്റ്യൂഡ് മതി, എനിക്ക് റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വേറൊരു കൂട്ടർ എനിക്ക് ഈ റെവറൻറ്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് മതി, മറ്റൊരു ആവശ്യമില്ല എന്നും പറയും. തമ്മിൽ ഒരു റൈറ്റ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ദർ ഇസ് എ ടെൻഷൻ, ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു കീപ് ദി ടു തിങ്സ് ഇൻ ദ റൈറ്റ് ബാലൻസ്. ഇപ്പോൾ പോയട്രിക്കകത്ത് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുവാ? പോയട്രിക്കകത്ത് അന്വേഷിക്കുന്നത് സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ട്രൂത്താണ്. അല്ല, നമുക്കൊരിക്കലും കിട്ടുകയില്ല. ശാസ്ത്രം പറയുന്ന സത്യം കവിതയിൽ നിന്ന് കിട്ടുകയില്ല. പൗരക്കുട്ടിൻ്റെ
ഭൂമിക്കൊരു ചരമഗീതം വായിക്കുമ്പോൾ എക്കോളജിയിൽ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലോ അതിൻ്റെ പ്രിസിഷനിലോ ഒന്നും നമുക്ക് അവിടെ കിട്ടുകയില്ല. ചിലപ്പോൾ അതൊക്കെ സൂചിപ്പിച്ചെന്നിരിക്കാം. ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് നമ്മളെ വൈകാരികമായിട്ട് ഉയർത്തുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു 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 ശക്തിയാണ്, കവിതയുടെ ശക്തിയാണ്. അപ്പോൾ ആ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവത്തിന് മുൻപിൽ നമ്മൾ വളരെ വിനയാന്വിതരായിട്ട് നിൽക്കും. റിസപ്റ്റീവ് കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല നമ്മളത് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഈ കവിത അതിൻ്റെ തന്നെ ആന്തരിക ശക്തി കൊണ്ട് നമ്മിലേക്ക് അത് ഒരു ഊർജത്തെ പ്രവഹിപ്പിക്കുകയാണ്. സയൻസിൽ വ്യത്യാസമുണ്ട്. സയൻസ് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചും എൻ്റെ സയൻറ്റിഫിക് ടൂൾസ് ഉപയോഗിച്ചും മുൻപ് ലഭിച്ചിരിക്കുന്ന അറിവിൽ ഉപയോഗിച്ചും എല്ലാം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സത്യത്തിലേക്ക് അടുക്കുന്നത്. എന്നാൽ പോയട്രിയിൽ അങ്ങനെയല്ല. പോയട്രിയിൽ ഒരു പാട്ട് ചിലപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വലിയ അനുഭൂതി ഉണ്ടാകും. ഈ അനുഭൂതി എനിക്ക് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാവുന്ന അനുഭൂതി അല്ലത്. അത് ഓരോരുത്തർക്കും പ്രത്യേകമായ അനുഭൂതിയാണ്. ഒരാൾക്കുണ്ടാകുന്ന അതേ ഡിഗ്രിയിൽ വേറൊരാൾക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം അതിനെ സ്വീകരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കവികളെയും എഴുത്തുകാരെയും ഇത്രയും ബഹുമാനിക്കുന്നത്? ആരെങ്കിലും കേരളത്തിൽ എത്ര പേര് ONV കുറുപ്പിൻ്റെ കവിത വായിച്ചിട്ടുണ്ട്? എത്ര പേര് ഈ OB വിജയൻ്റെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകും? വളരെ കുറച്ച് പേരേ ഉള്ളൂ. വളരെ കുറച്ച് പേര് ഖസാക്കിന്റെ ഇതിഹാസവും അതുപോലെ പ്രധാനപ്പെട്ട കവികളുടെ കവിതയും വായിച്ചിട്ടുണ്ട്. ഈ വായിച്ച തമാശ ഉള്ളതൊക്കെ പലരും വായിച്ചു കാണും. എനിക്ക് തോന്നുന്നു ചെമ്മനം ചാക്കോയുടെ കവിത കൂടുതൽ പേര് വായിക്കും. നല്ല കവിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കവിതയിൽ കൂടുതൽ ഹാസ്യമുണ്ട്, ആളുകൾ ചിരിക്കാനുണ്ട്. മറ്റേതൊന്നും നമുക്ക് ചിരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ എന്നാലും OB വിജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ നിൽക്കും അല്ലേ? കേരളത്തിൽ ഇതിഹാസകാരന്മാരായിട്ട് അവരെ നമ്മൾ ബഹുമാനിക്കുകയും ഗവൺമെന്റ് അവാർഡ് കൊടുക്കുകയും അവർ മരിക്കുമ്പോൾ 21 ആചാര്യവടി വെക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ മനുഷ്യ ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും ഇതെല്ലായിടത്തും ഇങ്ങനെയാണ്. ഷേക്സ്പിയറിനെ കുറിച്ച് ഒന്നും അറിയാത്ത എത്രയോ ഇംഗ്ലീഷുകാരെ കാണാൻ പറ്റുന്നറിയാം. വിദ്യാഭ്യാസത്തോടെ പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയും വായിക്കാത്തവരും ഒരു വാചകം പോലും ഉദ്ധരിക്കാൻ സാധിക്കാത്തവരുമായ ബഹുവിദ്യാസമ്പന്നരായ ആളുകൾ ഇംഗ്ലണ്ടിലും ഉണ്ട്. പക്ഷേ ആരൊക്കെയോ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ സൃഷ്ടിക്കുന്ന കലയിലൂടെ നമുക്ക് അഭൂതപൂർവമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. അത് സയൻസും ടെക്നോളജിയും നൽകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ആറ്റിറ്റ്യൂഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. ഇവിടെ തിരുമേനി 2 പ്രശസ്തരായ ഫിലോസഫേഴ്സിനെ കോട്ട് ചെയ്യുന്നത് ഞാനത് പേപ്പറിൽ എടുത്തില്ല, കാരണം അതൊരു വളരെ ദീർഘമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഒന്ന് ഹൈഡഗർ എന്ന് പറയുന്ന ആള് മാർട്ടിൻ ഹൈഡഗർ, ജർമ്മൻകാരനാണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഫിലോസഫർ എന്ന് ഒരുപക്ഷെ പാശ്ചാത്യർ വിളിക്കുന്ന ആളാണ് മാർട്ടിൻ ഹൈഡഗർ. മറ്റത് മൈക്കിൾ പൊളാനി എന്ന് പറയുന്ന അദ്ദേഹം സയന്റിസ്റ്റാണ്, ഫിലോസഫറുമാണ്. അദ്ദേഹം ഹംഗറിക്കാരനാണ്, യഹൂദനാണ്. പക്ഷെ അവിടുന്ന് അദ്ദേഹം ഹംഗറിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ വന്നു. ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. അവിടുന്ന് ഇംഗ്ലണ്ടിൽ വന്ന് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിപ്പിച്ചു. വളരെ പ്രശസ്തനായ സയന്റിസ്റ്റും ഫിലോസഫറും മൈക്കിൾ പൊളാനി. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. എങ്കിലും ഈ ആധുനിക ചിന്തയെ 2 തരത്തിൽ സ്വാധീനിച്ച ആളുകളാണ്. അവർ 2 പേരെ തിരുമേനി പഠിച്ചിട്ടുണ്ട്. 2 പേരെ കുറിച്ച് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മാർട്ടിൻ ഹൈഡഗറിനെയൊക്കെ കാണുകയുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അവസരമല്ല. അതുകൊണ്ട് തിരുമേനി ഒത്തിരിയേറെ കാര്യങ്ങൾ മാർട്ടിൻ ഹൈഡഗറിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്കിൾ പൊളാനി ഈ സയൻസ് ഓർ സയൻസ് സൊസൈറ്റീസ്, അതുപോലെ ഈ പുസ്തകം ഹ്യൂമൻ പ്രസൻസ്, അതുപോലെ 1979 മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടന്ന ഫെയ്ത്ത് സയൻസ് ആൻഡ് ഫ്യൂച്ചർ ഒരാഴ്ച മുഴുവൻ ഹി വാസ് ദി മോഡറേറ്റർ. അമേസിങ് മോഡറേറ്റർഷിപ്പാണ്. വലിയ നൊബേൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റും വലിയ ഫിലോസഫേഴ്സും തിയോളജിയൻസും എല്ലാം ഉള്ള MIT മീറ്റിംഗ് ആണ്. അവിടെ ഞാനും അതിൻ്റെ ഒരു സാക്ഷിയായിരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിസ്മയം തോന്നിക്കുന്നത്. നമുക്കൊരു വൈദികനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഷപ്പിനോ
അങ്ങനെ പോയി ചെയ്യാൻ സാധിക്കും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല. കാരണം അതിപ്രഗത്ഭരായ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് അതിനെ ഭംഗിയായിട്ട് ഇതിനുവേണ്ടി മോഡറേറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഈ സയൻസിനെ ടെക്നോളജിയെ തള്ളിപ്പറയുകയല്ല അവിടെ ചെയ്യുന്നത്. നേരെ മറിച്ച് സയൻസും ടെക്നോളജിയും മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതേസമയം തന്നെ സയൻസും ടെക്നോളജിയും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും വിമർശനപൂർവ്വം അതിനെ സ്വീകരിക്കുകയും ചെയ്യുക. മറുവശത്ത് മതത്തിന്റെ ആളുകൾ വന്നിട്ട് ഒത്തിരി നമുക്ക് എളുപ്പമുണ്ട് സംഗതികൾ, നമുക്ക് പല കാര്യങ്ങൾ ഓരോരുത്തർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ദർശനമാണ്, തന്റെ അനുഭവമാണ്, എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, പുണ്യവാളം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ അതിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കേണ്ടി വരും. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുള്ള സംഗതിയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായപ്പോൾ ഞാൻ MIT കുറിച്ച് പറഞ്ഞിട്ട് പറയാം. ഈ ജൂലൈ മാസത്തിലാണ് അവിടെ കോൺഫറൻസ് നടക്കുന്നത്. MIT ക്രിസ്റ്റി ഓഡിറ്റോറിയം എന്ന് പറയുന്ന MIT ഓഡിറ്റോറിയം പറയാം. ലോകത്തിലെ ടെക്നോളജിയുടെയും സയൻസ് ടെക്നോളജിയുടെ വൻ കോട്ടയാണ് എന്ന് നിങ്ങൾക്കറിയാം MIT. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പുറത്ത് ശക്തിയായ മഴ പെയ്തപ്പോൾ ഈ സ്റ്റേജില് ലീക്ക് ഉണ്ടായി. അപ്പൊ മോഡറേറ്റർ അവിടെ നിന്ന് പറയുന്നു ബക്കറ്റ് കൊണ്ടോ എന്ന് പറയുന്നു. അപ്പൊ ബക്കറ്റ് അവിടെ ലീക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഏരിയ ഭവനങ്ങളിൽ ലീക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ബക്കറ്റ് കൊണ്ട് എനിക്കത് വലിയ അത്ഭുതം തോന്നി. കാരണം MIT ക്രിസ്റ്റി ഓഡിറ്റോറിയത്തിൽ മഴ പെയ്തപ്പോൾ ലീക്ക് ഉണ്ടാവുകയും അതിന് വെറും സിമ്പിളായിട്ട് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ച് അതിനെ തടയുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം അത് ഞാൻ സിംബോളിക്കായിട്ട് എടുക്കുന്നത്. അപ്പം whatever be the magnificence of scientific enterprise, it can have weaknesses. അതുപോലെ തന്നെ റിലിജന്റെ അകത്തും ഉണ്ടാകും. ഇത് രണ്ടും നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണുകയും അതിനെ ആദരിക്കേണ്ടതിനെ ആദരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ മൈക്കൽ പൊളാനി പറയുന്നതിന്റെ അകത്ത് അദ്ദേഹം ഒരു പുതിയ തത്വമാണ് കൊണ്ടുവന്നത്. ഈ സയന്റിഫിക് ഡിസ്കവറി ഉണ്ടാകുന്നതെല്ലാം ഒന്നും ഈ പ്രവർത്തനം കൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമൊന്നുമല്ല. ചിലതൊക്കെ ഇങ്ങനെ ലഭിക്കുകയാണ്, നമുക്കൊക്കെ അനുഭവമുള്ള സംഗതിയാണ്. ചില വലിയ മാത്തമാറ്റീഷ്യൻസ് ചില പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ച് അനേക മാസങ്ങൾ പ്രശ്നത്തിന് പരിഹാരമില്ലാതിരിക്കുക സമയത്ത് പെട്ടെന്ന് ഒരു പരിഹാരം രാത്രിയിൽ ഉറങ്ങുമ്പോൾ മനസ്സിലേക്കൊക്കെ വരിക. ഈ ഞാൻ കെമിസ്ട്രി പഠിച്ചയാളെ ബെൻസീൻ റിംഗ് എന്ന് പറയുന്ന ഒരു അറിയാമല്ലോ, കെമിസ്ട്രി പഠിക്കുമ്പോൾ അത് വിൻസെന്റിങ്ങിന്റെ തിയറി ഉണ്ടാക്കിയ ലൈനസ് പോളിങ് ഞാൻ സീമസ് കോളേജിൽ പഠിക്കുമ്പോഴേ അവിടെ വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വലിയ നമ്മുടെ കണ്ണ് വിടർത്തി ദേഹം മുഴുവൻ രോമാഞ്ചം അടിഞ്ഞാണ് അന്ന് 17-18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ലൈനസ് പോളിങ്ങിനെ കാണുന്നത്. കാരണം കെമിസ്ട്രിയിൽ 2 നൊബേൽ കിട്ടി. അത് മാത്രമേ ഉള്ളൂ, ഒരു വിഷയത്തിൽ 2 പ്രാവശ്യം നൊബേൽ കിട്ടിയ ഒരാളേ ഉള്ളൂ, ലൈനസ് പോളിങ്. അപ്പം അദ്ദേഹത്തിന് ഈ ബെൻസീൻ റിംഗിന്റെ സൊല്യൂഷൻ കിട്ടിയത് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് മാത്രമല്ല എന്നാണ് പറയുന്നത്. ഇതുപോലൊരു ദർശനമാണ്. അതിന് കുറെ ഒത്തിരി എഫേർട്ട് ഉണ്ട്, ശരിയാണ്. പക്ഷേ ഒരു പ്രത്യേക നിമിഷത്തിൽ ഇറ്റ് ഈസ് റിവീൽഡ് ടു ഹിം. അപ്പൊ ഈ ഹൈഡഗർ പറയുന്നത് ഫിലോസഫിയിലെ അൺവെയിലിംഗ് ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അൺവെയിലിംഗ് ഓഫ് ട്രൂത്ത്. അൺവെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനാച്ഛാദനം ആണ് അല്ലേ. വെയിൽ ചെയ്യുന്നത് മൂടി മാറ്റുന്നതാണ് അനാച്ഛാദനം. അതിനെക്കുറിച്ച് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതി. ഈ ഒരൊറ്റ ക്രിയയെക്കുറിച്ചാണ്, ഈ അൺവെയിലിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അത് ജർമ്മൻ ഭാഷയിലുള്ള ചില പ്രത്യേക ശൈലികൾ ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. മുഴുവൻ മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് അത് തർജ്ജമ ചെയ്യാൻ ശരിയായിട്ടില്ല. എങ്കിലും തിരുമേനി അത് കുറേ പഠിച്ചിട്ടുണ്ട് നല്ലോണം. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അൺവെയിലിങ്ങിന്റെ പോയിന്റ് ഇതാണ്, ഈ അൺവെയിലിംഗ് ഈസ് എ പ്രോസസ്. നമ്മളിങ്ങനെ ഒരു മൂടി എടുത്ത് മാറ്റി അത് പെട്ടെന്ന് അത് തീർന്നു. മൂടി മാറ്റി ഒരു നിമിഷം കൊണ്ട് അതുപോലെയല്ല. ഈ അനാച്ഛാദനം, ആച്ഛാദിതമായിരിക്കുന്നത് തുറന്നു കിട്ടുക എന്ന് പറയുന്നത് നിരന്തരമായ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ട്രൂത്ത് ഈസ് ബീയിങ് അൺവെയിൽഡ്. അത് തുടർച്ചയായിട്ട് അനാച്ഛാദനം ചെയ്യപ്പെടുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം. അപ്പൊ ഇവിടെയും അത് വാസ്തവം. അപ്പൊ ഇയാൾ പറയുന്നതും ഇവിടെ മൈക്കിൾ പൊളാനി പറയുന്നതും മാർട്ടിൻ ഹൈഡഗർ പറയുന്നതും 2 വശങ്ങളിൽ നിന്നാണ് പറയുന്നത്. ഒന്ന് ഫിലോസഫിയിൽ നിന്ന്, മറ്റേ സയൻസിൽ നിന്ന്.
പക്ഷെ രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സാധാരണ ശാസ്ത്രത്തിൻ്റെ, സാധാരണ യുക്തിചിന്തയുടെ ഫ്രെയിമിന് അപ്പുറത്ത് നിന്ന് ചില സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ റെവലേഷൻ വെളിപാടെന്ന് അങ്ങനെ എടുത്തു പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളും മറ്റ് മതങ്ങളിൽപ്പെട്ടവരും ഒക്കെ വെളിപാടുകളെ കുറിച്ച്, ഖുറാൻ്റെ വെളിപാടുണ്ട്, ബൈബിളിൻ്റെ വെളിപാടുണ്ട്, റെവലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള റെവലേഷനാണ്. പക്ഷെ ആ റെവലേഷൻ ഈ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ഒന്നിനെ നമ്മൾ കണ്ടെത്തി എന്ന് നമുക്ക് ഒരു നിമിഷം പൂർണ്ണമായിട്ട് ഉറച്ചു പറയാനായിട്ട് സാധിക്കുകയില്ല. ആ കണ്ടെത്തൽ തുടരുകയാണ്. ഒന്ന് കണ്ടെത്തുമ്പോൾ അത് പുതിയ ഒരു ഓപ്പണിങ് വരിക. നമ്മുടെ ഇപ്പോഴത്തെ സൈബർ ടെക്നോളജി ഈ വിൻഡോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ അർത്ഥവത്താണ്. നമ്മളൊരു വിൻഡോ തുറക്കുമ്പോൾ വേറെ 100 വിൻഡോകൾ അതിൻ്റെ കൂടെ തുറന്നു കിട്ടും. ഓരോന്നും നമ്മൾ തുറക്കുകയാണെങ്കിൽ പിന്നെ വേറെ 100,000 വിൻഡോകൾ തുറക്കുകയാണ്. സോ വൺസ് യു ഓപ്പൺ എ വിൻഡോ, 100 other windows are open to you. അതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് തുറക്കും. ഇൻ എ വേ ദർ ഇസ് എൻ ഇൻഫിനിറ്റ് പ്രോസസ് ഓഫ് റെവലേഷൻ. അതാണ് ഇവർ രണ്ടുപേരും പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ റെവറന്റ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡിൽ വി നീഡ് ടു സ്റ്റാൻഡ് ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് ഇൻ അമേസ്മെന്റ് ബിഫോർ വാട്ട് ഈസ് ബീയിങ് റിവീൽഡ് ടു അസ്. ഇവിടെ നമ്മളൊരു സ്പിരിച്വൽ ലൈനിലേക്ക് വരുമ്പം ഈ പ്രയർ എന്ന് പറയുന്നത് ഇപ്പം കവിതയിൽ വെളിപാടുണ്ടാകുന്നത് പോലെ, സാഹിത്യത്തിലും കലയിലും വെളിപാടുണ്ടാകുന്നത് പോലെ യഥാർത്ഥമായ പ്രാർത്ഥനയിലും വെളിപാടുണ്ടാകും. പക്ഷെ ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പ്രാർത്ഥനയല്ല. ഞാനിവിടെ തിരുവനി പറയുന്ന വാക്യം ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ട്രൂ പ്രയർ, not prayer as another manipulative technique to control reality. സയൻസ് അങ്ങനെയുണ്ട്. നമ്മൾ സത്യം അറിഞ്ഞാൽ, ഒരു തിയറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. ഇപ്പോൾ ആറ്റം സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ട്, നമ്മൾ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാനായിട്ട് മാനിപ്പുലേറ്റീവ് ടെക്നോളജിയാണ്. ഇവിടെ prayer not as another manipulative technique to control reality, but as self-surrender and receptivity. Prayer in which repentance and the self-emptying are followed by self-dedication and a willingness to be molded anew by the gladdening light. At its sublime level, this prayer is not simply petition or even intercession. Not prayer for oneself, not for some utilitarian purpose, but prayer as a communication of love with the truly other of all creation, the fulfillment of creation by surrender to the loving arms of the Creator. ഇത് അല്പം പോയിട്ടില്ല. ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ അത് ഇന്റർസെക്ഷനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് റിപ്പന്റൻസ് ആണ്, അത് സെൽഫ് എംപ്റ്റിയിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് സെൽഫ് ഡെഡിക്കേഷൻ ആൻഡ് എ വില്ലിംഗ്നെസ് ടു ബി മോൾഡഡ് ന്യൂ ബൈ ദ ഗ്ലാഡനിങ് ലൈറ്റ്. അപ്പോൾ ഒരു സാധാരണ ഭാഷയിൽ മിസ്റ്റിക്കൽ എന്ന് പറയുന്ന അനുഭവത്തിലേക്കാണ് കടക്കുന്നത്. യു ട്രാൻസെൻഡ്, യു ഗോ ബിയോണ്ട് ദി നോർമൽ ബൗണ്ടറീസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇൻ പ്രയർ, ഇൻ ദി എക്സ്പീരിയൻസ് ഓഫ് പ്രയർ, യു ഓൾസോ ട്രാൻസെൻഡ്. ഇത് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എല്ലാ മേഖലകളിലുമുണ്ട്. ട്രാൻസെൻഡൻസ് അതിപ്പോൾ നമ്മൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കലേ പറയാം. ചില ആളുകൾ എന്തിനാ മദ്യം കഴിക്കുന്നു ചോദിച്ചാൽ എന്തിനാ കഴിക്കുന്നത്? അത് നിങ്ങളെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത്. ഇൻ ഓർഡർ ടു എക്സ്പീരിയൻസ് ദി ലെവൽ ഓഫ് ട്രാൻസെൻഡൻസ്. ഈ ഡ്രഗ്സ് തുടങ്ങിയ കാലത്ത് 1960-കളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഡ്രഗ്സിൻ്റെ അനുഭവത്തിന് വേണ്ടി ഒത്തിരി ആളുകൾ, ചെറുപ്പക്കാർ പോകുന്നത് ഈയാണ് ടു ഹാവ് സം സെൻസ് ഓഫ് ട്രാൻസെൻഡൻസ്. ഈ ലോകത്തിൻ്റെ, ഈ ബോറടിപ്പിക്കുന്ന ലോകത്തിൻ്റെ ചട്ടത്തിൽ നിന്ന് ഒന്ന് ചേരാനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഭവ മേഖലകളിലും ഇതുണ്ടാകും. പക്ഷേ അതിൻ്റെ പ്രശ്നം നല്ലവണ്ണം കുടിച്ച അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്വഭാവം മാറും. അതിൻ്റെ കോൺസിക്വൻസ് അതാണ്. ഡ്രഗ് അടിക്കുന്നവരും
അനുഭവം കഴിയുമ്പോൾ പിന്നെ അവൻ്റെ സ്വഭാവത്തിന് വേറെ വൈകല്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഫലത്തിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഗുണം നിർണ്ണയിക്കേണ്ടത് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ തിരുമേനിയുടെ ആ ഒരു ചിന്ത വരുന്നത് ഈ യാഥാർത്ഥ്യത്തോടുള്ളതായ നമ്മുടെ ബന്ധം രണ്ട് തരത്തിലാകും. either to stand apart from it, knowing it objectively, or to manipulate it technologically. നമ്മൾ ഒരു ഫിലോസഫി ഓഫ് സയൻസ് പഠിക്കുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് ബൗദ്ധികമായിട്ട് കാര്യങ്ങൾ അറിയുന്നു. ഒന്ന്. രണ്ട്, ഒരു ടെക്നോളജിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസിലേക്ക് കടക്കുന്ന ഒരാൾ ഈ അറിവിനെ എന്താ പറയുന്നതുപോലെ അയാൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ആയിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇത് രണ്ടും നമ്മൾ സാധാരണ കാണുന്നത്. Triveni says, we have lost the faculty of addressing reality as a whole, of seeing in it the source and sustainer of life, of responding to it with reverence and receptivity, and of surrendering ourselves to it in all fulfilling love. ഈ മുഴുവനായിട്ട് കാണാനുള്ള ഒരു സാധ്യത നമുക്ക് വളരെ വളരെ കുറവാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ കഷ്ണമായിട്ട് പോകുന്ന ഒന്നാണ് സയൻസ്. ഇപ്പോൾ ഒരു വലിയ സയന്റിഫിക് എന്റർപ്രൈസിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളതിന്റെ മുഴുവൻ ചിത്രം കാണുന്നില്ല. ഞാനിവിടെ ഉണ്ടാക്കുന്ന ചെറിയ സംഗതി എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് വിവരം കാണണമെന്നില്ല. ചിലപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് വരുമ്പോഴായിരിക്കും ഇതൊരു ഫൈറ്റർ ജെറ്റ് ആണ് എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒരു സബ്മറൈൻ ആണെന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വാർഹെഡ് ആണെന്ന് മനസ്സിലാകുന്നത്. എല്ലാം കൂടെ പക്ഷേ ഈ ആളിനെ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതിന്റെ ടോട്ടൽ പിക്ചർ കിട്ടുന്നില്ല. അയാൾക്ക് നല്ല ശമ്പളം കിട്ടും, നല്ല സ്ഥാനമുണ്ട്, നല്ല ജോലിയാണെന്ന് പറയാം, എല്ലാ സംഗതിയാണ്. ഹി ഈസ് ഡൂയിങ് സംതിങ്, ദ ടോട്ടൽ പിക്ചർ ഈസ് മിസ്സിംഗ്. അതുപോലെ ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് ടോട്ടൽ പിക്ചർ ഒരിക്കലും നമുക്ക്, ഞാനിപ്പോൾ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നു, എൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ ഞാൻ അളക്കുന്നത്. അതിൻ്റെ ടോട്ടൽ പിക്ചർ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ വളരെ വളരെ ധ്യാനപൂർവ്വം പലപ്പോഴും ഏകാന്തമായിട്ട് മനനം ചെയ്യുമ്പോൾ മാത്രമേ ഈ ടോട്ടൽ പിക്ചർ കിട്ടുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാകും ഞാനിപ്പോൾ കണ്ട കാര്യം അല്ലെങ്കിൽ എത്ര പ്രധാനമാണെന്ന് ഞാൻ കരുതിയ കാര്യം അത് അപ്രധാനമാണ്, ഞാൻ കണ്ട കാഴ്ച വികലമാണ്, അതൊരു ഇല്യൂഷനായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതൊരു പഴയ ജൈനന്മാരുടെ കഥയാണല്ലോ. നമ്മൾ സാധാരണ ആനയെ കണ്ട കുരുടന്മാരുടെ കഥ ഇറ്റ് വെരി ഫേമസ്. ഇറ്റ് കംസ് ഫ്രം ദി ജെയിൻ ട്രഡീഷൻ. കാരണം ടോട്ടൽ പിക്ചർ കിട്ടാൻ നമുക്ക് വളരെ വളരെ പ്രയാസമാണ്. ആൻഡ് മോഡേൺ ടെക്നോളജി ആൻഡ് സയൻസ് they do not provide the total picture. ഇവിടെ ഇതിന് മിസ്റ്റിസിസം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ മടിയുണ്ട് എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നുണ്ട് വാക്ക്, പക്ഷേ മടിയുണ്ട്. കാരണം വെസ്റ്റേൺ പ്രോട്ടസ്റ്റന്റ് ട്രഡീഷനിൽ മിസ്റ്റിസിസം ഈസ് an ugly word, he says. കാരണം യേശു ക്രിസ്തുവിന്റെ മീഡിയേറ്റർഷിപ്പിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നാണ് മിസ്റ്റിസിസം. എല്ലാവർക്കും നേരിട്ട് ദൈവ അനുഭൂതി ഉണ്ടാകും. അപ്പോൾ പിന്നെ ഏകമധ്യസ്ഥനായ ക്രിസ്തുവിന് എവിടെയാണ് സ്ഥാനമെന്ന് ഈ പാശ്ചാത്യരായ കാൽവിനിസ്റ്റുകൾ ആധുനിക കാലത്തുമൊക്കെ ധാരാളം പേരുണ്ട്, അവരങ്ങനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അപ്പം മിസ്റ്റിസിന് അങ്ങനെ ഒരു വശമുണ്ട്. ഇന്ത്യയിലെ മിസ്റ്റിക്സ് രമണ മഹർഷി മിസ്റ്റിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഞാനിതിനെ പിന്നെ ഈ ഒരു പ്രത്യേക ലൈനിലൂടെ പോകുന്ന അത് മതിയല്ലോ എന്ന് തോന്നാം. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അതിനുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിതിനാണ് പിന്നെ ഇത് എന്നുള്ള ആളുകൾ. അപ്പം അതുകൊണ്ടാണ് ഈ മിസ്റ്റിക്സിനെ ആളുകൾ ഭയപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മിസ്റ്റിക്സ് എവരിവെയർ ആർ ദ സെയിം, ഐ വുഡ് സേ. Mystics, they transcend, they go beyond the little walls we erect between religions, between ideologies and all that. They are able to go and discover a common space for them. അവിടെ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിന് വലിയൊരു
പ്രധാനപ്പെട്ട വശം ഇവർ പലരും മൗനം അവലംബിക്കുമെന്നുള്ളതാണ്. രമണ മഹർഷി മൗനിയായി. വലിയ മിസ്റ്റിക്സ്, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, whatever, they resort to silence. അതുകൊണ്ട് അവിടെ തർക്കമൊന്നും ഉണ്ടാകുകയില്ല. അവരെന്താണ് കണ്ടതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ തക്കൊരു വിധം അവരെ വ്യക്തമാക്കുകയില്ല. Now Tirumani takes the word mystery as an important word. Mystery comes from the Greek word mysterion. നിങ്ങൾക്കറിയാം ഗ്രീക്ക് വേർഡ് മിസ്റ്റീരിയോൺ എന്ന് പറയുന്നതിൻ്റെ എറ്റിമോളജി നോക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ മൂറൈൻ എന്ന് പറഞ്ഞാൽ ടു ഇനീഷ്യേറ്റ് എന്ന, ഉപനയിക്കുക എന്നാണ് ആ വാക്കിൻ്റെ വെർബൽ മീനിങ്. ഉപനയിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഉപനയനം നമുക്കറിയാം. ഉപനയനം എന്ന് പറയുന്നത് എല്ലാവരെയും കയറ്റുകയില്ല. ഒരു അധ്യാപകൻ, ഒരു ഗുരു തൻ്റെ ശിഷ്യനെ സ്വീകരിക്കണമെങ്കിൽ വളരെ ടെസ്റ്റൊക്കെ നടത്തും. ഇതിന് കൊള്ളാവുന്നവരാണോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമോ, അതിൻ്റെ അന്തരാർത്ഥം ഗ്രഹിക്കുമോ എന്നൊക്കെ ധാരാളം ചിന്തിച്ചും ടെസ്റ്റ് ചെയ്തുമാണ് ഒരു നല്ല ഗുരു ശിഷ്യനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചവരുടെ ഒരു ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ അല്ലേ, ഒരു ക്ലാസ് 150 പേരെടുത്ത് പഠിക്കുന്നുണ്ട്, ആ സാർ എന്നെ പഠിപ്പിച്ചതാണെന്ന് നമ്മുടെ സാറിനുള്ള സ്ഥാനമൊക്കെ കിട്ടുകയാണെങ്കിൽ പറയും, സാറിനെ പഠിപ്പിച്ചതാണെന്ന് പറയും. അതുപോലെ ആ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ വലിയ സ്ഥാനത്തെത്തുകയാണെങ്കിൽ സാറും പറയും, അവനെ ഞാൻ 5 വർഷം അവരെ പഠിപ്പിച്ചതാണെന്ന് സാറും പറയും. അപ്പം ഇതല്ല ഒരു ശിഷ്യന്റെ പറ്റുക. ഉപനയനത്തിൽ യഥാർത്ഥത്തിൽ ഈ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ബൗദ്ധികമായ അറിവല്ല, അറിവിൻ്റെ അന്തർഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആളുകളെയാണ് ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, ഉപനയനം. അപ്പോൾ ഇവിടെ ഈ മിസ്റ്ററി എന്ന് പറയുന്നത് ഉപനയനമാണ്. ഇവിടെ ബൈബിളിലെ ഒരു ബേസിസ് ഇവിടെ എപ്പോഴും എടുക്കുന്നുണ്ട്. ഈ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൗൺസിൽ എന്ന് പറയുന്നത്, ആൻഡ് യു ആർ ബീയിങ് ഇനീഷ്യേറ്റഡ് into the presence of God, into the council of God. ഈ പുസ്തകത്തിൽ പറയുന്നത് വേറെ ഏതെന്ന് പറയുന്നത് ഞാനിപ്പം ഉദ്ധരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ സാക്രമെന്റ് ഒരു മിസ്റ്ററി, സാക്രമെന്റ് ഈസ് എ മിസ്റ്ററി. ആ സാക്രമെന്റിൽ വരുമ്പം ഈ പറയുന്ന ബൗദ്ധികമായ തലത്തിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സമ്പൂർണമായ വേഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഈ ദൈവവും ലോകവും രണ്ടും രണ്ട് വ്യത്യസ്തമായ സംഗതികളല്ല. ദൈവവും ഞാനും ലോകവും എന്ന് വാക്കിൽ നമ്മൾ മൂന്നായിട്ട് പറഞ്ഞാലും അത് മൂന്നല്ല. ഇത് മൂന്നും തമ്മിൽ ഒരു വലിയ പാരസ്പര്യമുണ്ട്, ഒരു വലിയ മ്യൂച്വാലിറ്റി ഉണ്ട്. ദർ ഈസ് എ കമ്മ്യൂണിയൻ അറ്റ് വെരി പ്രൊഫൗണ്ട് ലെവൽസ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ മാരേജ് എങ്ങനെയാണ് സാക്രമെന്റ് ആയത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഈ മാരേജിലാണ് ഇത് നമുക്ക് നമ്മുടെ ലോകത്തിൽ, സാധാരണ ലോകത്തിൽ നമ്മളിത് അറിയുന്നത്. നിങ്ങളൊരു ശരീരമാണെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും വൺ ബോഡി എന്ന് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞതും വേദപുസ്തകത്തിൻ്റെ ആദിമ പേജുകളിൽ നമ്മൾ കാണുന്നതും ഈ കമ്മ്യൂണിയനാണ്. ഓൾദോ യു ആർ 2 physical bodies, actually you are one body. ആ വൺ ബോഡി ആകണമെങ്കിൽ അതുപോലുള്ള ആഴമായ ഒരു ബന്ധവും പാരസ്പര്യവും സ്നേഹവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതാണ് സാക്രമെന്റിന്റെ ഒരു വിസിബിൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം സെന്റ് ഓഗസ്റ്റിനെ സ്വീകരിക്കുന്നില്ല. സെന്റ് ഓഗസ്റ്റിന്റെ ചിന്തയിൽ ലത്തീൻ ഭാഷയിൽ വെർബും വിസിബിലെ ദി വിസിബിൾ വേർഡ് എന്നാണ് അദ്ദേഹം സാക്രമെന്റിന് കൊടുക്കുന്ന ഒരു നിർവചനം. വചനം ദൃശ്യമായി തീരുന്നതാണ്. വചനം ദൃശ്യമായി തീരുമ്പം നമുക്ക് അദൃശ്യമായ കൃപകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇൻവിസിബിൾ ഗ്രേസ് നമുക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മളൊക്കെ പഠിച്ചേക്കുന്നത് അല്ലേ. മിക്കവാറും അതൊരു സെന്റ് ഓഗസ്റ്റിന്റെ ആ ഒരു ഡെഫിനേഷൻ എല്ലാ സഭകളിലും എങ്ങനെയോ ഒക്കെ അത് വന്നിട്ടുണ്ട്. തിരുമേനി അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഈ വെർബും വിസിബിലെ അല്ല, വിസിബിൾ വേർഡ് അല്ല, ഇത് കമ്മ്യൂണിയനാണ്, ടോട്ടൽ കമ്മ്യൂണിയനാണ്. അതുകൊണ്ട് മുകളിൽ നിന്ന് ഗ്രേസ് നമുക്ക് കിട്ടും എന്നുള്ളത് മാത്രമല്ല,
ദൈവത്തിന്റെ സൃഷ്ടിയും ഒന്നായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസർഗത്തിന്റെ അനുഭവം. അതിന് വേറെ ഉദാഹരണം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരമാണ്. ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നു എന്ന് ക്രിസ്ത്യാനികൾ അഫേം ചെയ്യുമ്പം അവരെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അർത്ഥം വ്യക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ദൈവവും ദൈവത്തിന്റെ സൃഷ്ടിയുമാണ് ഒന്നായിരിക്കുന്നത്. മാറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആധ്യാത്മിക ഭാവവുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന മെറ്റീരിയൽ റിയാലിറ്റി ദൈവവുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരം നമ്മുടെ ശരീരമാണ്, ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ മൈൻഡാണ് കർത്താവ് എടുത്തത്. ഹ്യൂമൻ ബോഡി ഹ്യൂമൻ മൈൻഡും ആൻഡ് ടേക്കൺ ഫ്രം എ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ടാണ് ഹോളി വെർജിൻ മേരിയെ കുറിച്ച് ഷീസ് ദ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് എപ്പോഴും പിതാക്കന്മാർ പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ മകളാണ്, മനുഷ്യന്റെ മകളാണ്. ആൻഡ് ജീസസ് ഈസ് ഓൾസോ കോൾഡ് മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ, അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുമ്പോൾ ആ ഹ്യൂമാനിറ്റി അതിന്റെ 100% അളവിലും ക്രിസ്തുവിൽ ആ ഹ്യൂമാനിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി, ഫുൾ divinity and full humanity came together in Jesus without separation, without confusion എന്ന് കൽപ്പനിയാസും മറ്റുമൊക്കെ വ്യാഖ്യാനിച്ചു. But we cannot explain more than that. ഈ സ്നേഹത്തിന്റെ ഈ കമ്മ്യൂണിയൻ മാത്രമേ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുള്ളൂ. ഇന്റലക്ച്വലായിട്ട്, ലോജിക്കലായിട്ട്, എന്താ പറഞ്ഞ സയന്റിഫിക് ഒബ്ജക്ടിവിറ്റി ഉപയോഗിച്ച് നമ്മൾ ഇതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വലിയ കവികൾ വലിയ സ്പിരിച്വൽ ഫിഗേഴ്സ് ആകുന്നു. ഇപ്പം സെന്റ് എഫ്രേമിനെയൊക്കെ പഠിച്ചിട്ടുള്ള അച്ഛന്മാരൊക്കെ ഇവിടെ ഇരിക്കണം, ഷാരനൊക്കെ ഉണ്ട്. അല്ല, they become mystics. ചില കവിതകളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് they forget themselves. ഇനി അവർ പറയുന്നതിന് നമുക്ക് ലോജിക്കൽ ആയിട്ടുള്ള കാറ്റഗറി ഒന്നും അവിടെ ഉപയോഗിച്ച് അതിനെ അടക്കാനായിട്ട് സാധിക്കുകയില്ല. They become poetic. പോയട്രിയും മിസ്റ്റിസിസവും എപ്പോഴും ഒരുമിച്ചാണ് വരുന്നത്. അത് നമ്മുടെ മറ്റ് മേഖലകളിലൊക്കെ നിങ്ങൾക്കറിയാം. ഈ നിങ്ങൾക്ക് വചനം കവികളെ കുറിച്ച് അറിയാവുന്നവർ കാണുന്നില്ലേ? വചനം അക്ക മഹാദേവി, വാസവണ്ണൻ ഒക്കെ തുടങ്ങിയ 12-13 നൂറ്റാണ്ടുകളിലെ ഈ ഇവിടെ ഉണ്ടായിരുന്ന കർണാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന കവികളാണ് അവര് വെറും കവികളല്ല. അവർ ഈ വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഭ്രാന്തരായിട്ട് അല്ലെങ്കിൽ ഭ്രാന്തരെന്ന് വിളിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വചനം കവികളൊക്കെ. അവരെ കവിത എഴുതി വെച്ച് അവരിങ്ങനെ കവിത ഉച്ചരിക്കുകയാണ്. കവിത പുലമ്പുകയാണെന്ന് വേറെ ആളുകൾ പറയും. അവർ പറയുന്നതെല്ലാം കവിതാമയമാണ്. അവരുടെ ഈ ദിവ്യ അനുഭവത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് പോയട്രിയും മിസ്റ്റിസിസവും ഒരുമിച്ച് വരുന്നു. സയൻസ് ഓൾസോ ഹാസ് ദാറ്റ് ലെവൽ ഓഫ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. പക്ഷേ സാധാരണ സയൻസിൽ നമ്മളത് എൻകറേജ് ചെയ്യുന്നില്ല, നമ്മളത് കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്ക് ട്രഡീഷനിലെ പ്ലേറ്റോയും മറ്റും ഫിലോസഫിയെ വ്യാഖ്യാനിച്ചത് വണ്ടർ ഈസ് ദി ബിഗിനിങ് ഓഫ് ഫിലോസഫി എന്നാണ്. വിസ്മയമാണ് ഫിലോസഫിയുടെ ആരംഭം. അതിന് തത്തുല്യമായിട്ട് ബൈബിളിൽ ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? എന്തോ ഏതാ? യഹോവഭക്തി ജ്ഞാനത്തിന്റെ സെയിം. അത് തമ്മിൽ രണ്ട് ഭാഷ, രണ്ട് കോൺസെപ്റ്റിലാണ് തോന്നുമെങ്കിലും സംഗതി ഒന്ന് തന്നെയാണ്. യഹോവഭക്തി എന്ന് പറയുന്നത് ഈ വിസ്മയമാണ്. ഈ ദൈവസങ്കല്പം അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ അതിഗാഠമായ വിസ്മയമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആരംഭമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന് ജൂയിഷ് ട്രഡീഷനിൽ നിന്ന് വന്നൊരു വാക്യമാണ്, മറ്റേത് ഗ്രീക്ക് ഫിലോസോഫിക്കൽ ട്രഡീഷനിൽ നിന്ന് വന്നതാണെങ്കിലും അർത്ഥം ഒന്ന് രണ്ടിന്റെയും അത് തന്നെയാണ്. ഉപനിഷത്തുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ വിസ്മയമാണ് അതിൻ്റെ എല്ലാം പുറകിലുള്ളത്. അപ്പൊ ഈ വിസ്മയത്തെയാണ് പോയട്രി ആയിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. some of the best scientific insights take this vismayam, this wonder as its starting point. അതുകൊണ്ട് അതിനുവേണ്ടി കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: the secular technology of the mastery of nature can become the original sin if it refuses the human mediatory position between God and the universe, dethrones God and indulges in lust and greed. ഈ ഒറിജിനൽ sin എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സെക്യുലർ ടെക്നോളജി ഈ
മനുഷ്യനെ ഒരു തലത്തിനപ്പുറത്തേക്ക് ഉയരാൻ അനുവദിക്കാതെ അതിൻ്റെ അകത്ത് പിടിച്ചിടുകയും അത് നൽകുന്നതായ മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, ഭൗതികമായ സുഖങ്ങളിൽ മനുഷ്യനെ വീണ്ടും വീണ്ടും ആഴ്ത്തുകയും ചെയ്യുന്ന, ദാറ്റ് ഈസ് ദി ഒറിജിനൽ സിൻ. So the final sentence I have quoted here: the mastery of nature must be held within the mystery of worship. Otherwise we lose both mastery and mystery. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗമാണ് അത്. നമ്മുടെ ആധ്യാത്മിക അനുഭവത്തെക്കുറിച്ചും സയൻസിനെ കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും എല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. The mastery of nature must be held within the mystery of worship. Otherwise we lose both mastery and mystery. ഞാനൊന്നും ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. ജസ്റ്റ് ഇതിനെ പറഞ്ഞതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത്, ഇങ്ങനെ അല്പം കൂടെ കട്ടിയായിട്ട് അവിടെ പറയുന്നത് സിംപ്ലിഫൈ ചെയ്തത് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സ്റ്റാർട്ട് എ ഡിസ്കഷൻ. Mastery of nature can become the original sin if it refuses the human mediatory position between God and the universe. ഈ സയൻസ് ഒരു 17-ാം നൂറ്റാണ്ടിലാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വേവ് ആരംഭിക്കുന്നത്. നമുക്ക് സയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രാൻസിസ് ബേക്കൺ, ഇംഗ്ലീഷുകാരനാണ്, സയൻറ്റിസ്റ്റാണ്, ഫിലോസഫറാണ് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. മനുഷ്യൻ്റെ നമ്മളെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഒരു പുതിയ തലത്തിലേക്കാണ്. വി ഷുഡ് ബിക്കം മാസ്റ്റർ ആൻഡ് പൊസസർ ഓഫ് നേച്ചർ. ഹ്യൂമൻ ബീയിങ് ഷുഡ് become the master and possessor of nature. 18-ാം നൂറ്റാണ്ടിൽ, ഈവൻ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഫ്രാൻസിസ് ബേക്കൺ ജീവിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, we should become master, human being should become master and possessor of nature. ഇത് ലിറ്ററലായിട്ട് പിന്നെ സയൻസ് ഫോളോ ചെയ്യരുത്. ഒന്നായി കൊളോണിയൽ എക്സ്പാൻഷനിലൂടെ some of the European nations like Portugal and Spain, later the British and the French, they became masters of the world. They possessed the whole world. Science അതോടൊപ്പം ഡെവലപ്പ് ചെയ്തു. ആൻഡ് സയൻസിൻ്റെ കയ്യിലായി പിന്നെ മുഴുവൻ കൺട്രോളും. ഇപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്, ഇന്ത്യയിൽ സയൻസിൻ്റെ കയ്യിലാണ് ഒത്തിരി കൺട്രോൾ വരുന്നത്. പക്ഷേ ആ സയൻസിനെ പിന്നെ ആർമിയും അതുപോലെ മിലിറ്ററി റെജീംസും ഒക്കെ ഉപയോഗിക്കുന്നുള്ള വേറൊരു സംഗതി. അപ്പം ഇതിൻ്റെ എല്ലാം അന്തിമ ഫലമായിട്ടാണ് ഈ യൂറോപ്പിൽ സെക്യുലറൈസേഷൻ വരുന്നത്. സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് സെക്യുലറൈസേഷൻ വരുന്നത്. സെക്യുലറൈസേഷൻ വന്നപ്പം അവിടെ പറയുന്നത് we don't need any reference to anything outside this material world. അതാ സെക്യുലറൈസേഷൻ പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്കൊരു റെഫറൻസ് പോയിന്റ് ഒന്നും വേണ്ട. ദൈവം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ആവശ്യമില്ല. ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, ദൈവം എന്നുള്ള വാക്കുമില്ല. അപ്പം നമ്മുടെ റെഫറൻസ് എല്ലാം ഇതിൻ്റെ അകത്ത്. ഇവിടെ നമ്മൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു നേച്ചറിൻ്റെ നിയമങ്ങളെല്ലാം. ആ നിയമങ്ങൾ ഉപയോഗിച്ച് ഇപ്പം മാഗ്നറ്റിസം അത് മനുഷ്യനുണ്ടാക്കി വന്നല്ല, നേച്ചറിൻ്റെ ഒരു നിയമമാണ്. ഇലക്ട്രിസിറ്റി മനുഷ്യൻ ഉണ്ടാക്കി വന്നല്ല, ദാറ്റ് വാസ് ദെയർ. പക്ഷെ അതിനെ നമ്മൾ പ്രൊസസ് ചെയ്തു, അല്ലേ? ദി ബിക്കെയിം മാസ്റ്റേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇപ്പം നമ്മൾ നടത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ് എല്ലാം പ്രവർത്തിക്കുന്നത് മനുഷ്യൻ മാഗ്നറ്റിസത്തെ ഇലക്ട്രിസിറ്റിയും മാസ്റ്റർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു തുടക്കമാകും. ആ തുടക്കം വീട് വന്നിട്ട് ഇപ്പോൾ സൈബർ ഏജ് ആയപ്പോഴത്തേക്ക് വി ആർ മാസ്റ്ററിങ്
not only the external world but our own brain. ഈ സംസാരിക്കുക ഒരു ചെറിയ എനിക്ക് ഓഗസ്റ്റ് 9 ഞാൻ അവിടെ ഒരു ക്ലിനിക്കിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എഴുതി അയച്ചു കൊടുത്ത ഇന്റർനെറ്റിൽ വന്നായിരുന്നു. ടുവേർഡ്സ് എ പോസ്റ്റ് ബയോളജിക്കൽ ഹ്യൂമൻ റൈസ്, ഹ്യൂമൻ എൻഹാൻസ്മെന്റ് ആൻഡ് അവർ ഫ്യൂച്ചർ. ഈ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വാക്ക് ഇംഗ്ലീഷിൽ, ഇംപ്രൂവ്മെന്റ്, ഇൻക്രീസ് എന്നുള്ള അർത്ഥമൊക്കെ ഉള്ളൂ. പക്ഷേ ഹ്യൂമൻ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി പവർഫുൾ വേർഡ് വെരി സൂൺ. മനുഷ്യനെ എൻഹാൻസ് ചെയ്യുക, മനുഷ്യൻ്റെ ഫിസിക്കൽ എബിലിറ്റി നമ്മൾ പണ്ടുപോലെ എൻഹാൻസ് ചെയ്യുന്നു. ഞാനിപ്പം പ്രായമായപ്പോൾ ഒരു വടി ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആണ്, എൻ്റെ ശരീരത്തിന് ഒരു താങ്ങാണ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് ചെറിക്കകത്ത് ഞാൻ കോക്ലിയർ ഇംപ്ലാന്റ് ഉണ്ട്, അതെനിക്ക് കേൾക്കുന്നത് കണ്ണാടി വിട്ടിട്ടുണ്ട്, കണ്ണും കാണാൻ മേല. അപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ കേൾക്കാൻ മേല, കാണാൻ മേല, നിൽക്കാൻ മേല, ഇതൊക്കെ പ്രായത്തിൻ്റെ ഫലമായിട്ട്. സോ ഐ ഹാവ് external devices to enhance the power of my body. അതെല്ലാം പറയും. പക്ഷെ ഇപ്പൊ വരാൻ പോകുന്നതല്ല, ഇപ്പൊ വന്ന് എൻഹാൻസിങ് ദി ഹ്യൂമൻ ബ്രെയിൻ. എൻ്റെ ഇപ്പോഴത്തെ ഫങ്ഷൻ ചെയ്യുന്ന ബ്രെയിനിനെ മുഴുവൻ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കുണ്ടല്ലോ അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് സാധനത്തിന്റെ മുഴുവൻ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്നിട്ട് അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് എനിക്കത് മാനിപ്പുലേറ്റ് ചെയ്യും. എൻ്റെ വികാരങ്ങളെയും എൻ്റെ ആസ്പിറേഷൻസിനെയും എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, വേറൊരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്ക് യു ആർ എൻഹാൻസിങ് യുവർ ബ്രെയിൻ. ബാക്കി കാര്യം താഴെ നിൽക്കുന്നു. നമ്മളിപ്പം കിഡ്നി മാറ്റി വെക്കുന്നു, ഹാർട്ട് പോയി കോട്ടയം മെഡിക്കൽ കോളേജ് വരെ, നമ്മുടെ സ്വന്തം കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്രയോ 3-4 ഹാർട്ട് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എൻ്റെ ഒരു നല്ല സ്നേഹിതരെയുള്ള ആള് ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. ഡോക്ടർ ജയകുമാർ വളരെ ശാന്തൻ, വളരെ വിനീതൻ, കണ്ടാൽ 10ാം ക്ലാസ് ഒരു പഠിത്തമുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ അദ്ദേഹമാണ് ഇത് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം ദിസ് ഹാസ് കം ടു സ്റ്റേ വിത്ത് അസ്. ഇതൊക്കെ എക്സ്റ്റൻഷന്റെ എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് പറയും. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർത്തുന്നത്. ഈ സൈബർ വേൾഡിലെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ എൻഹാൻസ് ചെയ്യുന്നത് പറ്റുന്നുള്ളത്. ഞാൻ ഇതിനകത്ത് നമ്മുടെ ഇത് നടക്കുന്നുണ്ടോ, നമ്മുടെ കളി നടക്കുകയായിരുന്നു, നമ്മുടെ ഒളിമ്പിക്സ് നടക്കുകയായിരുന്നു. അപ്പൊ ഈ ഒളിമ്പിക്സിന്റെ മോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിറ്റിയസ്, ഫോർട്ടിയസ്, ആൾട്ടിയസ് 3 ലാറ്റിൻ പദങ്ങളാണ്. ഫാസ്റ്റർ, ഹയർ ആൻഡ് മൂന്നാമത് പറഞ്ഞെന്തോ സിറ്റിയസ്, ആൾട്ടിയസ്, സ്ട്രോങ്ങർ. ഇത് 3ഉം കമ്പാരിറ്റീവാണ്. കമ്പാരിറ്റീവ് വാക്കുകൾ 3 ആൾക്കാർക്കും പറഞ്ഞേക്കുന്നത്. കൂടുതൽ ശക്തി, കൂടുതൽ വേഗം, കൂടുതൽ ഉയരം, എത്രമാത്രം പോകാൻ പറ്റും. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം പുതിയ അതിലൊക്കെ തകർത്തു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അടുത്ത ഒളിമ്പിക്സ് വരുമ്പോൾ അതെന്താ, ടു വാട്ട് എക്സ്റ്റെന്റ് ക്യാൻ വി ഗോ എന്നുള്ളത് നമുക്കൊരു ചോദ്യമാണ്. അപ്പോൾ ഒളിമ്പിക്സിന്റെ മോട്ടോയില് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. മനുഷ്യന്റെ സങ്കല്പത്തിൽ ഒരു ലിമിറ്റും ആരും വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ വരുമ്പം തിയോളജിക്കലായിട്ട് തിയോളജിക്കലായിട്ടൊന്നും എതിർക്കാൻ സാധിക്കില്ല. ഹ്യൂമൻ എൻഹാൻസ്മെന്റ് ഈസ് തിയോളജിക്കലി ജസ്റ്റിഫൈഡ് because God has not set any limit for human intelligence, human creativity and human freedom. പിന്നെ എവിടെയാണ് നമ്മളിതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണമെന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന മാസ്റ്ററി എവിടെ വരെ പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുവരെ ഭൂഖണ്ഡങ്ങളെയും സ്പേസിനെയും ഒക്കെ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു. Now we are going to master our own brain in a manipulative way. അതിനെ ആരെ നിയന്ത്രിക്കും, എവിടം വരെ പോകാം, എന്ത് സംഭവിക്കും എന്നത്. മൈൻഡ് ടു മൈൻഡ് ഡിവൈസ് ഒക്കെ ഇനിയും ഉണ്ടാകും. ഓൾറെഡി ഇപ്പം നമ്മൾ ഫോണിൻ്റെ ഉദാഹരണം എടുത്താൽ നമ്മളിങ്ങനെ ഞെക്കി അല്ല, ഫോൺ നമ്മളിങ്ങനെ കറക്കി അല്ലേ, 5-6 ഡിജിറ്റ് കറക്കണമെങ്കിൽ അപ്പോഴത്തേക്ക് നമ്മുടെ വിരലിൽ വേദന എടുക്കും. 10 പേർക്ക് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് കൈക്ക് നീര് വരും. ഒരു കാലത്ത് നിങ്ങൾ വിളിക്കുന്നൊരു വല്ലാതെ 2 കാണിക്കല്ലേ. പിന്നെ നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യണം അല്ലേ. ഇപ്പം ടച്ചായി അല്ലേ, പിന്നെ വേവ്, ഇനിയിപ്പം വേവ് ചെയ്താൽ മതി.
ഈ ക്രിസ്മസിന്റെ ഒരു പ്രമേയമുണ്ട്. തന്റെ ആംഗ്യത്താൽ ലോകത്തെ വായിക്കുന്ന പണ്ട് വി സി ശ്യാമിന് വലിയ ചെറിയ സ്കോളറും വലിയ വേദശാസ്ത്ര പണ്ഡിതനായിരുന്നു. ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് ഇതെനിക്ക് ക്യൂരിയസ് ആയിരുന്നു ഈ വാക്യം മലയാളത്തിൽ വന്നത്. നമ്മുടെ പഴയ പ്രമേയത്തിലുള്ളതാണ്. തന്റെ ആംഗ്യത്താൽ ലോകത്തെ വായിക്കുന്നവൻ എന്നാണ്. അപ്പൊ ഞാൻ തെറ്റോട് ഈ ആംഗ്യം എന്നുള്ളതിന് എന്തെങ്കിലും പ്രത്യേക ഒരു മീനിങ് സുറിയാനികളുണ്ടോ എന്നുള്ളത്. ജസ്റ്റർ ഇങ്ങനെ ഒരു കൈക്രിയാണ് ജസ്റ്റർ എന്ന് പറയുന്നത്. സാധാരണ വാക്ക് സുറിയാനിയിലെ ആംഗ്യം എന്നുള്ളതിന് പ്രത്യേകിച്ചൊന്നും അർത്ഥമില്ല. ഇപ്പം വന്ന് ഇതാണ് നമ്മൾ കാണുന്നത്. ഈ വെയ്വ് ഫങ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈകൊണ്ട് വെയ്വ് ചെയ്യുമ്പോൾ തന്നെ സംഗതികളൊന്ന് മാറുക, ചുറ്റുപാടും മാറുന്നു. അപ്പൊ ഇതാണ് ദൈവം പണ്ടത് പ്രവർത്തിച്ചതിനെ കുറിച്ച് ആർക്കോ കിട്ടിയൊരു ഇൻസൈറ്റാണ്. തന്റെ ആംഗ്യത്താൽ ലോകത്തെ വായിക്കുന്നതിനൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ പറയാൻ കാര്യം ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പുസ്തകത്തിൽ ഈ ജമേനയുടെ പുസ്തകത്തിൽ നിന്ന് ഞാനത് കൂട്ടിച്ചേർത്തിട്ടില്ല. സിംപ്ലി സ്റ്റേറ്റഡ് വാട്ട് ഈസ് തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്. ഒരു ചെറിയ വാചകമുള്ളൂ. ഈ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എക്സ്റ്റൻഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ എക്സ്റ്റൻഷനാണ്. ടെലസ്കോപ്പ് നമ്മുടെ കണ്ണിന്റെ എക്സ്റ്റൻഷൻ. രണ്ട് ഡയറക്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. മൈക്ക് ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ വോയിസിന്റെ എക്സ്റ്റൻഷനാണ്. അത് ഇറ്റ്സ് വെരി ക്ലിയർ ടു അസ്. അപ്പം ടെക്നോളജി ഈസ് എക്സ്റ്റൻഷൻ ഓഫ് ദി ഹ്യൂമൻ ഫിസിക്കൽ എബിലിറ്റീസ്, ഹ്യൂമൻ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദ്വിപനി അത് ആദ്യം പറഞ്ഞ ആ റിസെപ്റ്റീവ് റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് എടുക്കുന്നത്. മൈ ബോഡി ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ യൂണിവേഴ്സ് ബട്ട് ഇൻ ആൻ എംബ്രേസ്. ഈ പ്രപഞ്ചത്തെ ഞാൻ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ബോഡിയുടെ എക്സ്റ്റൻഷൻ നടത്തുന്നത്. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ തോട്ട്. Not to master it, not to possess it, not to exploit it. അത് വളരെ വളരെ നല്ലതാണ്. അത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു ആസ്പെക്റ്റായിട്ട് അത് ചൂണ്ടിക്കാണിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. We can extend our bodies, we can extend our physical, mental, spiritual abilities only to heal, only to embrace with love, only to protect, only to care. ഇപ്പം നമ്മുടെ ലോകത്തിൽ അങ്ങനെയല്ല. ഇപ്പം ബസ്സിൽ ഇരിക്കുമ്പം ഒരു ആളിനെതിരെ വേറൊരാൾ കൈ നീട്ടുന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും ഭയമായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ കൂടുതൽ ഭയപ്പെടും. ഇവൻ കൈ നീട്ടുന്നത് എന്തിനാണ്? ആക്രമിക്കാനാണോ, അല്ലെ പേഴ്സിൽ നിന്ന് നമ്മുടെ വാലറ്റിൽ നിന്ന് എടുക്കാനാണോ, മാല പറിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ഒരാള് ഇവിടുന്നൊരു പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ സ്ത്രീകൾ ഇങ്ങനെ ചുമത്തോട്ട് നടന്നു പോകുമായിരുന്നു. അപ്പം ഒരു പ്രോത്സാഹന വരുന്നതാണ്. ഇവിടുന്ന് ഹിമാലയ വിദ്യാർത്ഥികളൊക്കെ അവരുടെയൊക്കെ ഒത്തിരി ഭാഗ്യമൊക്കെ ഉണ്ട്. 2 ദിവസം താമസിച്ചാലും കണ്ടു പോകുന്നവരാണ്. അതെ. അപ്പൊ അവര് പോകുമ്പോൾ പ്രായമുള്ള സ്ത്രീകളാണ്. 50, 55, 60 വയസ്സൊക്കെ ഉള്ളവരാണ്. സിനാരി സ്റ്റുഡൻസ് ഒക്കെ പല്ലിലൊക്കെ പോയി അത് വലിയ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ആരും ചോദിച്ചില്ല, ഞാനൊന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചില്ല. അപ്പൊ പെട്ടെന്ന് ഒരാള് ഒരു ബൈക്കിൽ വന്ന് അവരുടെ അടുത്ത് പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. ഒരു വിചാരിച്ച് ബൈക്ക് വന്നിട്ട് ഇവരുടെ മാല പറിച്ചുകൊണ്ട് പോകാനാണ്. അയാൾ പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, ഞാൻ പിന്നെ നിങ്ങളുടെ ഈ പെട്ടി ഞാൻ അവിടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അയാൾ ഇന്നത്തെ കൊണ്ട് ബസ്സിൻ്റെ കൊടുത്തു ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പം ഈ ഭയമാണ് നമ്മുടെ പ്രശ്നം. അതിന് പകരം അങ്ങനെ ഭയമില്ലാത്തൊരു ലോകത്തിൽ, ഇപ്പം ഐഡിയലിസ്റ്റിക് ആയിട്ടാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ഭയമില്ലാത്തൊരു ലോകത്ത് നമുക്ക് ജീവിക്കാം. ആരെങ്കിലും ഒരാൾ നേരെ വരുമ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാനല്ല, നമ്മളെ സഹായിക്കാനാണ്, കരുതാനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് ഉണ്ടാകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സോ എക്സ്റ്റെൻഡിങ് your arms, extending our technology to the world should never be in a spirit of destruction, but in order to construct, in order to care and protect God's creation. ഇതാണ് ഇതിനുള്ള ഓട്ടോബയോഗ്രഫിയിൽ ചോദ്യം
ടൂറിസ്റ്റിനിടെ എല്ലാവർക്കും കേൾക്കാമല്ലോ. ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ടെക്നോളജിയുടെ ഒബ്ജക്റ്റിഫൈങ് അനലൈസിങ് ആറ്റിറ്റ്യൂഡ് അത് ഇന്റലക്ച്വലായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ ഒരു പോപ്പുലർ ഫൈറ്റിൽ കടന്നുകൂടിയില്ലയോ എന്നുള്ളത് എല്ലാവരും സയന്റിഫിക് ആയിട്ട് എല്ലാവരും ഒബ്ജക്റ്റീവായിട്ട് ആ സയൻസിന്റെ അതേ ഒരു മെത്തഡോളജി അറിയാതെ തന്നെ സ്പിരിച്വാലിറ്റിയിലൂടെ പോപ്പുലർ ഫൈറ്റിയിൽ കടന്നുകൂടുകയും അതിനെ സ്പിരിച്വാലിറ്റി ആയിട്ട് ഇപ്പം പറഞ്ഞ പോലെ മാനിപ്പുലേറ്റിംഗ് ഓഫ് പ്രയർ എന്നുള്ളത് മാനിപ്പുലേഷൻ ഓഫ് സാക്രമെന്റ്സ് എന്നുള്ളത് വളരെ ശക്തമായി നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അറിയാതെ തന്നെ ആരും ഇന്റലക്ച്വലായിട്ടൊന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ എങ്ങനെ ഇത് പോപ്പുലർ ഫൈറ്റിലൂടെ ഈ സയന്റിഫിക് കടന്നുകൂടി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതും റിലീജിയൻ സാക്രമെന്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മളിതുപോലെ പറഞ്ഞ മാനിപ്പുലേഷൻ ഓഫ് പ്രയർ ആൻഡ് സാക്രമെന്റ്സ് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വളരെ പവർഫുൾ ആയിട്ട് അതാണ് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ അതിനെ അനുകരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കാരണം അത് സക്സസ്ഫുള്ളാണ്. അതിന് വിജയമുണ്ട്, അതിന് പണം കൊണ്ടൊരും പോപ്പുലാരിറ്റി ഉണ്ട്, അത് സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഈ സക്സസിൻ്റെ പുറകെയാണ് ഇപ്പോൾ നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ വളരെയേറെ ആളുകൾ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിപ്പം നമ്മൾ പിന്നെ ഇതിന് മുമ്പ് ആദ്യത്തെ ഭാഗത്ത് തിരുവനിയ പറഞ്ഞ് ഞങ്ങൾ സൂചിപ്പിച്ചായിരുന്നു. ഈ ടെക്നോളജിക്കൽ ആറ്റിറ്റ്യൂഡ് സയൻസ് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലേക്കും നല്ലൊരു എക്സാമ്പിളായി പറ്റി സൂചിപ്പിച്ചത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഇത് വന്ന് കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് എനിക്കൊന്നിപ്പം നല്ലതാണ്. ഇപ്പം ഈ സൂറമലബാർ സഭയുടെ മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഞാൻ കേട്ട് വായിച്ചതേ ഉള്ളൂ. നല്ല നല്ല കുറേ കാര്യങ്ങളാണ് അത് പറഞ്ഞേക്കുന്നത്. അത് ഇതിനൊരു സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എത്രമാത്രം ഈ പള്ളികളിലൊക്കെ അത് നടപ്പാകും എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതെനിക്ക് സംശയമാക്കാൻ. ഭംഗിയായി ഇപ്രാവശ്യം നമ്മുടെ കാതോലിക്ക ബാബ തിരുമേനി ലളിത ജീവിതത്തെക്കുറിച്ചും അനാഥാരങ്ങളെ കുറിച്ചും കൽപ്പന ഇറക്കിയിട്ടുണ്ട്. മലങ്കര സഭയിലെ ഒരു കാരണം അവിടെ വേറെ വേറെ ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ കമ്മിറ്റിക്കാരും കാര്യങ്ങളും ഒക്കെ ഇത് വളരെ ലീസ്റ്റ് സെൻസിറ്റീവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം എത്രയോ സ്ഥലങ്ങളിൽ പള്ളികളുടെ പറമ്പിലുള്ള മരങ്ങളും ഒന്നും കളയരുത് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇപ്പോഴും അതാണ്. എല്ലാ ചൈൽഡ്സും ഇതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് മാറുമ്പോൾ തന്നെ അത് ഇത് സങ്കടം. അതെങ്ങനെയത് കൊണ്ടുവരാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ കൊണ്ട് ഒത്തിരിയേറെ ചിന്തയിൽ മാറ്റം വരുത്തി. പക്ഷേ സഭ എന്ന് മാത്രം അത് സ്വീകരിക്കുക എന്നുള്ളത് അവിടെ ഒരു ചോദ്യം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കുറേയൊക്കെ ഇങ്ങനെ കാണുമായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ വീണ്ടും പട്ടിലേക്ക് ഇങ്ങനെ ഫോട്ടോ കണ്ടുവെച്ചാൽ മാർപ്പാപ്പ ഒരു ബാഗും പിടിച്ച് ഒരു ബസ്സിന്റെ ഒരു വലിയ ബസ്സിന്റെ അടുത്ത് നിൽക്കുന്നത്. അതായത് ബസ്സിൽ യാത്ര ചെയ്ത ഒരു ബാഗും കയ്യിലുണ്ട്. ഏതൊരു ന്യൂസിലേക്കാണ് അതിൽ മനസ്സില്ല. അദ്ദേഹം ഒരു പ്ലെയിനിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് പോകുന്നു. കയ്യിലുള്ള ബാഗ് കൂടെ സെക്രട്ടറി മേടിച്ചത്. സെക്രട്ടറി ആ ബാഗ് വാങ്ങിച്ചത് അദ്ദേഹം തന്നെ ആ പുതിയ ബാഗ് എടുത്തുകൊണ്ട് ക്യാരി എന്നുള്ളത് ഒക്കെ ഇങ്ങനെ പറ്റും പറയാറുണ്ട്. എനിവേ ഇറ്റ് വാസ് എ ന്യൂ മോഡൽ ഓഫ് ഹൗ ടു ബി എ പാസ്റ്റർ. ഇത് മാത്രം നടപ്പാകുമെന്ന് പറയാൻ പാടില്ല. അൺഡിവൈഡഡ് എന്നുള്ള ചിന്ത പാശ്ചാത്യർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഏകം സത് ബഹുദ വദന്തി, വിപ്ര ബഹുദ വദന്തി. ഏകം സത് വിപ്ര ബഹുദ വദന്തി. സത്യം ഒന്നേ ഉള്ളൂ. പക്ഷേ വിദ്വാൻമാരായോ പണ്ഡിതന്മാരായോ അതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ പുരാതനമായൊരു തത്വമാണ്. ഇപ്പം നമ്മുടെ ബഹുസ്വരത എന്നൊക്കെ പറയുന്നത്
അതൊരു ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് വാച്യാന്തിയുടെ. സാഹിത്യന്മാരുണ്ടാക്കിയ വാക്കിൻ്റെ ലിറ്ററലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇവിടെ പിടിക്കും പറ്റും തീസിസൊക്കെ ബഹുസ്വരതയായിട്ട് എഴുതുന്നത്. ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന ബഹുസ്വരത. അതിനിപ്പം അത് കണ്ടുകൊണ്ടാണ് RSS മറ്റുമൊക്കെ നശിപ്പിക്കാൻ അതിനെ മാറ്റാനായിട്ട് തോന്നുന്നത്. ബട്ട് വി ഹാവ് ഓൾവേസ് ബീൻ പ്ലൂറലിസ്റ്റിക് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ്, ഇൻ അവർ പെർസെപ്ഷൻ. അതിപ്പം ഷഡ്ദർശനങ്ങൾ എടുത്താൽ ഒന്നൊന്നിനേക്കാൾ വലുതാണെന്ന് ആരും പറയില്ല. ലോകായതീയന്മാരുണ്ട്. അതൊരു ഇന്ത്യയിലെ ഒരു ഫിലോസോഫിക്കൽ സ്കൂളാണ് ലോകായതീയന്മാരുടെ നിരീശ്വരവാദം, ഭൗതികവാദം. നിരീശ്വരവാദമല്ല, ഭൗതികവാദം, മെറ്റീരിയലിസം. ഇവിടെ മെറ്റീരിയലിസം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെയുണ്ട്. ഇംഗ്ലണ്ടിൽ പിന്നെ ചാൾസ് ഡാർവിനും അതിന് മുമ്പ് ഗലീലിയോയും ഒക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ആ ഒരു ഇന്ത്യയിൽ ആ ഒരു ഉണ്ടായിട്ടില്ല ഇതുവരെ. ഭാഗ്യവശാലെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രാഗ്മെൻ്ററി എന്ന് പറയുന്നത് ഫാക്ട്സ് ഫ്രാഗ്മെൻ്ററി ആണ്, സയൻറ്റിഫിക് പലതും എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ്. പ്രത്യേകിച്ച് യതിയുടെ മനഃശാസ്ത്രം ജീവിതത്തിൽ എന്നുള്ള പുസ്തകത്തിൽ അത് ഈ ഫ്രോയിഡ് ആണെങ്കിലും എല്ലാവരും അവരുടെ അറിവുകളെല്ലാം ഫ്രാഗ്മെൻ്ററി ആണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു ഹോളിസ്റ്റിക്കായിട്ട് ഇൻ്റർപ്രേറ്റഡ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിന് കവിതകളിൽ കൂടെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റിലെ കവിതകൾ, ഈ വചനം കവികൾ എന്നൊക്കെ പറയുന്നത് അത് ഒരു റിയലാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ട്രാൻസെൻഡൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഈ സയൻസ് ടെക്നോളജി ബന്ധിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒബ്ജക്റ്റിവിറ്റി എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? അല്ല, അത് തമ്മിൽ പരസ്പര വൈരുദ്ധ്യമൊന്നും നമ്മൾ കാണുന്നില്ല. ഓരോന്നിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പഴയ വാക്ക് സ്വധർമ്മം എന്നുള്ളത്, ഓരോന്നിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. ഇപ്പോൾ ഒരു നദിയുടെ ധർമ്മം എന്താ? നദിയുടെ ധർമ്മം ഒഴുകുക. അത് ഒഴുകാതെ കെട്ടിക്കിടക്കുമ്പോൾ കുഴപ്പമുണ്ട് അല്ലേ? അത് അസ്വാഭാവികമാണ്. നദി ഒഴുകാതെ കെട്ടിക്കിടന്നാൽ അത് കുഴപ്പമാണ്. നദിയുടെ ധർമ്മം ഒഴുകുക എന്നുള്ള. അപ്പോൾ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. ബ്രാഹ്മണൻ്റെ ധർമ്മം ഇതാണ്, ശൂദ്രയുടെ ധർമ്മം ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ കാസ്റ്റ് വൈസ് ആയിട്ട് നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ സ്വധർമ്മത്തിൻ്റെ ഒരു നല്ല വശം ഇതാണ്, ഓരോന്നിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്, ധർമ്മമുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിയാൽ ഒന്നും മറ്റൊന്നിനെ എതിരല്ല എന്നുള്ളത് വ്യക്തമാകും. പിന്നെ ഈ പറയുന്ന ഹോളിസ്റ്റിക് വിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ലോകത്തിൽ സാധാരണ ലോക വ്യവഹാരങ്ങളിൽ ഒഴുകിയിരിക്കുമ്പോൾ ഹോളിസ്റ്റിക് വിഷൻ നമുക്ക് കിട്ടാനായിട്ട് പ്രയാസമാണ്. അതിനെക്കുറിച്ച് മാറിയിരുന്ന് അതൊരു ഒബ്ജക്റ്റീവ് വ്യൂ ആണ്. മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഉണ്ടാകുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പേരെ ഞാൻ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഒരാൾ 30,000 അടി ഉയരത്തിൽ നോക്കുമ്പോൾ അല്ലെ 10,000 അടി ഉയരത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുന്നു. പിന്നെ ഈ കെട്ടിടത്തെ കാണുന്നു, കുറേ കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ്. ഇതുകൊണ്ട് വൈരുദ്ധ്യവും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് സയൻസും റിലിജനും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഒരിക്കലും ഇന്ത്യയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ തന്നെ സ്വന്തം ആധ്യാത്മിക പാരമ്പര്യത്തിലും അങ്ങനെയില്ല. അല്ല, മറ്റേത് അതായത് ഈ രണ്ടാം പറഞ്ഞ വചനം കവികൾ ഉൾപ്പെടെയുള്ളവരുടെ വചനം കവികളുള്ളവരുടെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അത് ഫ്രാഗ്മെൻ്ററി അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഹോളിസ്റ്റിക് നാളുടെ ആവാമെന്ന് പറയാം. വചനം കവികൾക്ക് ഭ്രാന്ത് പിടിച്ച് നടന്ന ആളുകളാണ്. യാക്കമഹാദേവിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അത് അവരുടെ കവിതകളെന്ന് പറയുന്നത് ഒരുതരം മിസ്റ്റിക്കൽ അട്രൻസാണ്. ഓരോന്നും പറഞ്ഞിട്ട് ഞാനിതിനെ അങ്ങ് കളയുകയാണ്. അത് അവസാനം ഈശ്വരൻ്റെ പേര് പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഓരോന്നിനെയും ഡിനൈ ചെയ്യുകയാണ്. അവസാനം വസ്ത്രം വരെയും ഡിനൈ ചെയ്യുകയാണ്. ഇത് ഒരുതരം എക്സ്റ്റാറ്റിക് സ്റ്റേറ്റാണ്. ഇപ്പം ഈ റഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന ഹോളി ഫുഡ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അവർ ഭ്രാന്തന്മാരാണെന്നാണ് ആളുകൾ. ഫുള്ളെന്ന് പറഞ്ഞാൽ വിഡിയെന്നല്ല അർത്ഥം. ഫുള്ളെന്ന് പറഞ്ഞാൽ ഭ്രാന്തനെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ആളുകൾ പറയും ഭ്രാന്തനാണെന്ന് പറയും. അതുകൊണ്ട് അവർക്ക് എന്തും പറയാം, ഭ്രാന്തന്മാർക്ക് എന്തും പറയാം. അവർ സാർ ചക്രവർത്തിമാരെ നേരിട്ട് വിമർശിക്കും, നേരിട്ട് മുമ്പിൽ പോയി എന്നിട്ട് അവർ വിമർശിക്കും. അവരെ അന്ന് തല്ലാനും കൊല്ലാനും ഒന്നും പറ്റുകയില്ല. കാരണം ജനങ്ങളൊക്കെ റിയാക്ട് ചെയ്യും. അപ്പോൾ അതിന് ഒരു ഭ്രാന്തനെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല ഈ ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞ്. അതിന് നമ്മുടെ നിയമത്തിലുണ്ടല്ലോ അല്ലേ?
മനസ്സിന് സ്ഥിരതയില്ലാതെ പ്രവർത്തിച്ചതാണെന്നുള്ളതിന് നിയമത്തിൻ്റെ ഒരു കൺസെഷനാണ്. അപ്പോൾ ഇവരെ മനഃപൂർവ്വം ഹാദന്മാരാകുന്നതല്ല. They become so ecstatic, they become possessed by the Spirit of God, by the prophetic spirit, and they renounce everything, they become prophets. നമ്മൾ ഈ പ്രോഫസി എന്ന് പറയുന്നത് ബൈബിളിലും അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരുന്നുകൊണ്ട് പിന്നെ വിമർശിക്കുന്ന പ്രോഫസി അല്ല കേട്ടോ. എവറി പ്രോഫിറ്റ് ഹാസ് ടു റിനൗൺസ്, പൊസിഷൻ റിനൗൺസ് ചെയ്യണം. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെങ്കിലേ പ്രോഫിറ്റ് ആകും. പഴയ ദൈവത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അവിടെ വചനൻ്റെ വീടെക്കുറിച്ചൊന്നും നമ്മളൊരു സാമാന്യവൽക്കരിക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ്. ഇനി ആർക്കും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതിന് ശേഷം ചോദിക്കാൻ പറയാനൊക്കെ അച്ഛനൊരു പ്രശ്നം ആവുമല്ലോ. ഇവരെ ഈ തിരുമേനിയുടെ റൈറ്റിങ്സ് വായിക്കാത്തത് എങ്ങനെയാണ് ഇത് പഠിക്കാൻ വേണ്ടി ഉത്തരം ഞാൻ പറയുന്നത് ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. എൻ്റെ ആരെങ്കിലും അറിയാമെങ്കിൽ ഉത്തരം പറയുക, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. എത്രാമത്തെ വയസ്സിലാണ് ഗ്രിഗോറിയോസ് തിരുമേനി ആത്മകഥയൊക്കെ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈവെക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി 71ാമത്തെ വയസ്സിലാണ് ആത്മകഥ. അത് ശരിയില്ല. ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്നത് അങ്ങനെ അല്ല. അതായത് ആ ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലവ് സ്പീഡത്തിന്റെ ആമുഖത്ത് എഴുതിക്കുന്നത് അദ്ദേഹം 3 ഓട്ടോബയോഗ്രഫി ചെയ്തിട്ടുണ്ട്. ഇതിവിടെ 2 വേറെ എഴുതുന്നു. ഒന്ന് എഴുതിക്കുന്ന 28ാമത്തെ വയസ്സിലോ എങ്ങനെയാണ് ആദ്യത്തെ എഴുതിക്കുന്നത്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല 2. അവസാനം എഴുതിയ ഈ സാധനം പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിൽ ആ തുടക്കത്തിൽ ആ അടുത്ത ചോദ്യം, എത്ര വർഷം അദ്ദേഹം ആഫ്രിക്കയിൽ ജീവിച്ചു? ആഫ്രിക്കയിൽ അദ്ദേഹം എത്ര വർഷം തന്നെ പറയുള്ളൂ. ആഫ്രിക്കയിൽ എത്ര ആഫ്രിക്കയുടെ ഭാഗമാണ് എത്യോപ്യ. അപ്പൊ എത്യോപ്യ എന്ന് പറഞ്ഞാൽ 47-50, പിന്നെ 47-50, 56-59. എത്ര വർഷമായി? 6 വർഷം. മൊത്തം 6 വർഷം അദ്ദേഹം. ആദ്യം 3 വർഷം അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്. അടുത്ത 3 വർഷം ചക്രവർത്തിയുടെ സെക്രട്ടറി. അടുത്തത് എത്ര പ്രാവശ്യം സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു എന്നാണ് ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. എത്ര പ്രാവശ്യം സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഇന്നത്തെ കാലത്ത് ഒരാൾ എത്ര പ്രാവശ്യം സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച് കാണും? 18. കുറച്ചുകൂടെ കൂടുതൽ 45 എന്നാണ് ഓട്ടോബയോഗ്രഫി. അടുത്തത് അദ്ദേഹം ജനിച്ച വർഷം. അത് പലർക്കും എളുപ്പത്തിൽ അറിയാം. 23 എന്ന് പറഞ്ഞു. 22 ഓഗസ്റ്റ് 9. 1922 അടുത്തത് ഗ്രിഗോറിയോസ് തിരുമേനി കോളേജിൽ പഠിക്കാൻ ചേർന്നത് എത്രാമത്തെ വയസ്സിലാണ്? കോളേജിൽ പഠിക്കാൻ ചേർന്നത് എത്രാമത്തെ വയസ്സ്? ശരിയായിട്ടുള്ള ഉത്തരം 28ാമത്തെ വയസ്സിലാണ് ഗ്രിഗോറിയോസ് തിരുമേനി കോളേജിൽ പഠിക്കാൻ ചേർന്നത്. കോളേജിൽ, അത് അമേരിക്കയിലായിരുന്നു. തിരുമേനിയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? തിരുമേനിയുടെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? അതിന് മുമ്പ് വേണമെങ്കിൽ പറയാം. ദേവിമാവൻ ഇറക്കിയ കരിച്ചിലെ കന്യാകുമാരി ഗോസ്പൽ ഓഫ് ദ കിങ്ഡം എന്നാണ് 1968 ഗോസ്പൽ ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകം. മലയാള പുസ്തകം കന്യാകുമാരിയാണ് ആദ്യം ഇറങ്ങി. അത് പോൾ വർഗീസ് അത് വെറും പോൾ വർഗീസ് ആയിരുന്നു എഴുതിയത്. പിന്നെ അത് അച്ഛനായിരുന്ന ഇറക്കിയത്. പിന്നെ അടുത്തത്
പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകമാണ് ഡിവോഴ്സ്മെന്റിന്റെ പാരിസ്ഥിതിക പ്രശ്നം, ഇക്കോളജിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പുസ്തകമാണ്. ഹ്യൂമൻ പ്രസൻസ് ആണ്, അതിവിടെ ഇരിപ്പുണ്ട്. ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് ഈ ഇക്കോളജിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പുസ്തകം. ഇനി അടുത്തത്, ഇത് അതിൽ അങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഡിവോഴ്സ്മെന്റിനെ ഏറ്റവും അധികം ബഹുമാനിച്ച ആധുനിക പാശ്ചാത്യ ചിന്തകൻ. എന്ന ചോദ്യോത്തരമാണ്. അദ്ദേഹം ഏറ്റവും അധികം ബഹുമാനിച്ച ആധുനിക പാശ്ചാത്യ ചിന്തകൻ. ജോയിസ് പറഞ്ഞു മാറ്റം ഹൈഡഗർ. വേറെ നിങ്ങൾക്ക് നോക്കിയുണ്ടോ? ഏറ്റവും അവസാനം പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റുകളെയാണ് ഇഷ്ടപ്പെട്ടത്. ഹൈഡഗർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോൾട്ടിലിക്കിനെ നമ്മുടെ ഒസ്താദ് എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ ഗുരുവായിരുന്നു. ഒസ്താദ് ഗുരുവായിരുന്നു പോൾട്ടിലിക്ക്. പക്ഷെ ടില്ലിക്കിനെ ഒന്നും അങ്ങനെ ഗ്രിഗോർസ്മെനിലൊക്കെ വലിയ ബഹുമാനമുള്ളതായിട്ട് തോന്നുന്നു. പക്ഷേ ഹൈഡഗറിനെ ആയിരുന്നു ഏറ്റവും വലിയ ബഹുമാനം ഉണ്ടായിരുന്നത്. ഇനി അടുത്തത്, ഗ്രിഗോർസ്മെനെ ഏറ്റവും അധികം മാനിച്ച പൗരസ്ത്യ ചിന്തകനാണ്. പൗരസ്ത്യ ചിന്തകരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ബഹുമാനം ഉണ്ടായിരുന്ന ആരോടായിരുന്നു? നമ്മൾ ആധുനികമൊന്നും പൗരാണികമൊന്നും പറയുന്നില്ല. മൊത്തം പൗരസ്ത്യ ചിന്തകരുടെ കൂട്ടത്തിൽ ഗ്രിഗോർസ്മെനിക്ക് ഏറ്റവും അധികം ബഹുമാനം ഉണ്ടായിരുന്ന ആരോടായിരുന്നു? പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ പൗരസ്ത്യം എന്നുള്ളതല്ല. ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ, ചൈനീസ് ഇതൊക്കെയുള്ള. ശങ്കരാചാര്യൻ നല്ലൊരു ഉത്തരമാണ്. പക്ഷെ ശങ്കരാചാര്യരെക്കാളും അദ്ദേഹത്തിന് ബഹുമാനിച്ച വേറൊരാളുണ്ടായിരുന്നു. ആരെങ്കിലും പറയുമോ? നമ്മുടെ ക്രിസ്ത്യൻ ഈസ്റ്റിനെ പറ്റി പറയുമ്പോഴാണല്ലോ ഗ്രിഗറി ഓഫ് നിസ്സ എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ത്യ, ചൈന ഒക്കെ ഉള്ള നാഗാർജുനൻ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ചിന്തകനെ അദ്ദേഹത്തിന് വലിയ ബഹുമാനം. ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ ഫിലോസഫി ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം, ഗ്രിഗോർസ്മെനി അദ്ദേഹത്തിന്റെ ഒരു മാതൃകാ പുരുഷനായി കണ്ടതാരെ? അദ്ദേഹത്തിന്റെ ഹീറോ ആയി, മാതൃകാ പുരുഷനായി കണ്ടതാരെ? ഇവിടെ ഉത്തരം പറഞ്ഞു യേശു ക്രിസ്തു. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ മാതൃകാ പുരുഷനായിട്ട് കണ്ടതാരെയാണെന്നാണ് ചോദ്യം. അങ്ങനെ പറഞ്ഞിട്ടില്ല. നല്ലൊരു ഡിസ്ട്രിക്ട് ക്യാരക്ടർ പക്ഷെ എന്നാലും ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഒരു മാതൃകാ പുരുഷനായിട്ട് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് യേശു ക്രിസ്തു. ഓട്ടോബയോഗ്രഫിയിൽ പലപ്പോഴും പറയുന്നുണ്ട്. നോക്കിയാൽ നമുക്കത് കാണാം. താങ്ക് യു വെരി മച്ച്. 59 കേട്ടോ. ഇത് 59 കന്യാമറിയാം. 59 കന്യാമറിയാം. ജോയോഫ്രിയുടെ 67. ഗോസ്പൽ ഓഫ് കിങ്ഡം 68. സമ്മാനം ചോദിച്ചുകൊള്ളണം. ചെറിയ ഗ്രൂപ്പായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ സഭയിൽ തന്നെ മനസ്സിലാക്കി ലെവൽ വെച്ച്. എന്നാലും തിരുവേദിയിലെ ഇടക്കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹിസ്റ്റോസെൻട്രസിൽ നിന്ന് മാറി വളരെ ഫിലോസോഫിക്കലായിട്ട് ഒരു ഫ്രീഡം അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എഴുതുമ്പോഴേ അതിനകത്ത് വളരെ ശക്തമായി എനിക്ക് പുസ്തകമാണ് ഇല്ലാമെന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ലേണിംഗ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടെന്ന മറ്റുള്ളവരൊന്ന് വിലയിരുത്തിയാൽ ഏറ്റവും അറിയാവുന്ന കഴിഞ്ഞ നേരമാണ്. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഈ
ഗ്രിഗറി ഓഫ് നിസായെ നാസിയാൻസിലെ ഗ്രിഗോറിയോസിന്റെ റൈറ്റിംഗ്സ് പഠിക്കും ഇതേ പ്രശ്നം തന്നെ ഉണ്ട് അവിടെയുണ്ട്. കാരണം ഒരു സമയത്ത് ഗ്രിഗറി ഓഫ് നിസ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ഗ്രീക്ക് ഫിലോസഫി, particularly Platonic and Neoplatonic streams of philosophy. അപ്പം അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മക്രീന ഇടയ്ക്ക് ശാസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സെക്യുലർ എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ റെട്ടറീഷ്യനായിട്ട്, അതായത് ഒരു ടീച്ചറായിട്ട് സെക്യുലർ ഫിലോസഫിയും ലിറ്ററേച്ചറും ഗ്രാമറും ഒക്കെ പഠിപ്പിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്ന ജീവിതത്തിൽ. It is because of the influence of his sister Macrina and he came back to the opinion of Christ എന്ന് ഒരു ഉണ്ട്. ഇത് എടുത്തു പറയുന്നത് നാസിയൻസിലെ ഗ്രിഗോറിയോസ് ആണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് വായിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു സംഗതിയുണ്ട്. ഒരു ഫേവറിങ് ഞാൻ പറയുന്നില്ല. We are so fascinated by the power and depth of the philosophers like Plato and even pre-Socratic philosophers. ഇവിടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ അത് തന്നെയാണ്. ആരെങ്കിലും ശരിക്കും അദ്വൈതവും ബുദ്ധിസവും ഒക്കെ പഠിച്ചാൽ it is quite likely that that person will be completely taken. അങ്ങനെ മുഴുവൻ വിട്ടുപോകുകയായിരിക്കും. പക്ഷേ എന്നാലും അങ്ങനെ ഫാസിനേഷൻ ഒന്നും വേണ്ട. ഒരു മരിച്ചുപോയ ചെങ്ങന്നൂരെ മരിച്ചുപോയ നമ്മുടെ ആചാര്യ നരേന്ദ്രഭൂഷണുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ മാത്രമായി നമ്മുടെ തൊട്ടടുത്തോടുകൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ മലയാളത്തിൽ അത് എഴുതിയത്, ഇംഗ്ലീഷിൽ ഇതിനോട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ദശോപനിഷത്തുകളെ കുറിച്ച്, അതുപോലെ പ്രധാനപ്പെട്ട അതായത് ഹിമാലയത്തിലൊക്കെ പോയി മലയാളത്തൊക്കെ പഠിച്ച് വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ച ആളാണ്. പ്രത്യേക ലൈനാണ് ഇന്റർപ്രിട്ടേഷൻ എങ്കിൽ പോലും സോ പവർഫുൾ. അതാണ് ആരും അദ്ദേഹത്തെ അധികം അറിയില്ലായിരുന്നു. വളരെ ശാന്തനായിട്ട് സെൽഫ് എഫേസിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ടാകും. ഫിലോസഫി പ്രത്യേകിച്ച് പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദീസ് തിങ്സ്. ഇതിനെ സംബന്ധിച്ച് ഫിലോസഫി ആണെങ്കിലും സയൻസിൻ്റെ ഫിലോസഫി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഒരുപോലെയായിരുന്നു. അതുപോലെ ഈ തിയററ്റിക്കൽ വേൾഡിൽ ഹി ക്യാൻ ഈസിലി മൂവ്, whether it is theoretical physics or new theories in mathematics, geometry or whatever. അതുപോലെ തന്നെ ജിയോളജിയിലുണ്ട്. അതൊരു മൈൻഡിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്നുള്ളതേ ഉള്ളൂ. പോളിമാർക്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ സൂചിപ്പിച്ച പേരുണ്ടല്ലോ, നമ്മുടെ മൈക്കൽ കൊളാനി. ഗുരുവല്ല, തിരുവേനിക്കാളുടെ സീനിയറാണ്. തിരുവേനി ഇങ്ങോട്ടൊക്കെ പഠിക്കുമ്പോൾ അതെ തിരുവേനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു, വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. നേരിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ മൈക്കൽ കൊളാനി ഇതുപോലെയായിരുന്നു. അദ്ദേഹം ബേസിക്കലി ട്രെയിൻഡ് സയൻറ്റിസ്റ്റാണ്. സയൻസിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിലോസഫിയിലും എക്കണോമിക്സിലും ഒക്കെ അദ്ദേഹം വളരെ പ്രശസ്തനായി. ഒരു സമയത്ത് അദ്ദേഹത്തെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ആസ്ഥാന വിദ്വാനായിട്ടും മറ്റും ഭരണത്തും നിയമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം ആളുകളുണ്ടായിരുന്നു. ഇവരുടെ മൈൻഡ് ആ രീതിയിലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഉത്തരവായിട്ട് പറയാറുള്ളത്. എല്ലാവർക്കും നമുക്കിപ്പം ഒത്തിരിയേറെ ആളുകൾക്ക് വളരെ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ they can only have one track. ആ ട്രാക്ക് വിട്ട് പോകാത്തവർ കാണും. അതൊരു വിശ്വസ്തത കൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല. ബിക്കോസ് യുവർ മൈൻഡ് ഈസ് സെറ്റ് ദാറ്റ് വേ. അതേഴ്സ് ആർ ഓപ്പൺ ടു വേരിയസ് ട്രാക്സ്. ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ട്രാക്കുകളിൽ ഓടാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തോന്നാറ്. സംശയം തോന്നിയുണ്ട്. അതിന് അവസാനം ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട്, ഇവരുടെ 60th ബർത്ത്ഡേക്ക് മുഖ്യമന്ത്രി അച്യുതമേനോൻ മാമാവിടെ ഹോളി വെച്ച് പറഞ്ഞപ്പം ഇൻ ഹിസ് സർപ്രൈസ് സ്പീച്ച് he said, I am a Christian and I follow Christ. ഇവിടെ തിരുമേനിയുടെ ലാസ്റ്റ് വില്യം ടെസ്റ്റ്മെന്റിൽ ഒരു വാക്യമാണ് നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ചേർത്തും അത് തന്നെയാണ് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് മൈ ഓൾ, ക്രൈസ്റ്റ് ഈസ് മൈ ഓൾ. അപ്പം ഈ പക്ഷെ അവിടെ ആ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. നമ്മൾ വളരെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് യേശു ക്രിസ്തുവിനെ വ്യാഖ്യാനം ചെയ്ത് അങ്ങനെയല്ല. ക്രൈസ്റ്റ് സിംബലൈസസ് ഫോർ ഹിം
the whole energy of the universe, the whole power of the Spirit of God, everything. അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലേക്ക് അവർ ഉയരുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവം. ഈ ഇന്ത്യയിലെ ഗുരുസങ്കല്പം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ആളാണ്. അങ്ങനെയല്ലോ. ഗുരു എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് നമ്മൾ തെളിയിക്കും. യഥാർത്ഥത്തിൽ ലോകത്തിലുണ്ടായിരുന്ന ആളാണെന്നുള്ളത് ഗുരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിലേക്ക് നമ്മൾ സകലതിനെയും ഇങ്ങനെ നിവേശിപ്പിക്കുകയാണ്. അങ്ങനൊരു സങ്കല്പം നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനികൾക്ക് ഇല്ല. അവര് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻകാർണേറ്റ്, many Christians think that take him as an idol. Idol ആകരുത്. ബുദ്ധിസ്റ്റിലെ ബുദ്ധൻ തന്നെ പറയുന്നുണ്ട് ബുദ്ധൻ ഒരിക്കലും ഐഡൽ ആകരുത്. ഈ സെന്റ് ബുദ്ധിസ്റ്റിലൊക്കെ എന്നോട് പ്രധാനപ്പെട്ട ഐഡിയ ടു കിൽ ദ ബുദ്ധാണ്, ബുദ്ധനെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ സ്പിരിച്വൽ ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് അവരുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഓഫ് കോഴ്സ് refrains from such extremes of interpretation. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ